യെസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഷ്റഫ് ഫ്രം അബുദാബി. ആദ്യമായിട്ട് ഗൾഫ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണലിന്റെ പുതിയ വെബിനാറിലേക്ക് നിങ്ങൾ എല്ലാവരെയും ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഗൾഫ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണലിന്റെ പ്രവർത്തനം നമുക്കറിയാം, ചെറിയ വാട്സപ്പ് കൂട്ടായ്മയായിരുന്നു. പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല എന്ന് പറയുന്നത് വീക്കിലി ടോപ്പിക് ഡിസ്കഷൻ ആയിരുന്നു. ഓരോ ആഴ്ചയും ഓരോ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അതുവഴി നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷനുമായിരുന്നു നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും തന്നെ സെൽഫ് മാസ്റ്റേഴ്സ് ട്രാൻസ്ഫോർമേഷനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ട്രാൻസ്ഫോർമേഷന് വേണ്ടത് സെൽഫ് മാസ്റ്ററി ആണ്. അത് തന്നെയാണ് നമ്മുടെ സെൽഫ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ എന്ന ഇതിന്റെ പ്രസക്തിയും. അതിനുശേഷം നമ്മൾ ധാരാളം ഓൺലൈൻ ക്ലാസ്സുകൾ, ഓൺലൈൻ പ്രോഗ്രാമുകൾ, ഓഫ്ലൈൻ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു. അതിനുശേഷം കേരളത്തിലെ പ്രഗത്ഭരായ ട്രെയിനേഴ്സിനെ കൊണ്ടുവന്നുകൊണ്ട് NLP, ലോ ഓഫ് അട്രാക്ഷൻ, അതേപോലെ തന്നെ മെഡിറ്റേഷൻ എന്നീ വിഷയങ്ങളിലൊക്കെ തന്നെ വലിയ വലിയ ട്രെയിനിങ് ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിച്ചു. പുസ്തക വായന പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ബുക്ക് റീഡിംഗ് ചലഞ്ച് എന്ന പരിപാടി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാസ്റ്റേഴ്സ് ടോക്ക് എന്ന് പറയുന്ന വലിയ പ്രോഗ്രാം, ഇപ്പൊ നമ്മൾ വീഡിയോ കണ്ട പ്രോഗ്രാം, നമ്മുടെ പ്രസന്റേഷൻ സ്കില്ലും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം സംഘടിപ്പിച്ചു. അതിന്റെ ഏറ്റവും അവസാനത്തെ നമ്മുടെ പ്രവർത്തനമാണ് വെബിനാർ സീരീസ്. അതിന്റെ 3ാമത്തെ വെബിനാറിലാണ് നാം എല്ലാം ഇന്ന് എത്തിയിരിക്കുന്നത്. ഫ്രണ്ട്സ്, നമുക്കറിയാം, നമ്മളെല്ലാവരും തന്നെ വളരെ പ്രതീക്ഷിക്കാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്വാറന്റൈൻ, ലോക്ക്ഡൌൺ ഒന്നും തന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മുടെ കുട്ടികൾ ഇപ്പോഴും സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ലോകം ഒത്തിരി മാറിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് അടുത്ത മാസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. കംപ്ലീറ്റ് അൺസർട്ടനിറ്റി. നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരു ന്യൂ റിയാലിറ്റി രൂപപ്പെട്ടു വരുന്നുണ്ട്. ഈ ന്യൂ റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റുക എന്നുള്ളത് മാത്രമാണ്. 2020 തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും തന്നെ പുതിയ ഗോളുകൾ ചെയ്തു. പല വിഷൻ, പല കാഴ്ചപ്പാടുകൾ, പല ലൈഫ് സ്റ്റൈലുകൾ എല്ലാം വന്നു. പക്ഷെ നമുക്കറിയാം, അതൊന്നും ഇപ്പോൾ നമുക്ക് ഒരു കാര്യം ഉണ്ടാക്കുന്നില്ല. നമ്മുടെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് സ്റ്റിൽ ദർ ആർ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോഴും തന്നെ നല്ല ധാരാളം അവസരങ്ങൾ നമുക്ക് ഉണ്ട്. നമ്മുടെ ന്യൂ റിയാലിറ്റിയെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ അതിലേക്ക് വേണ്ടി നമ്മൾ പുതിയ ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട് പുതിയ കാഴ്ചപ്പാടുകൾ രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത പല പുതിയ മേഖലകളിലേക്കും നമുക്ക് ചെല്ലാനുള്ള അവസരങ്ങളാണ് ഇന്നുള്ളത്. അതെങ്ങനെ സാധ്യമാകും? അത് തന്നെയാണ് ഇന്ന് നമ്മുടെ വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്, ട്രാൻസ്ഫോർമേഷൻ 2.0. ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഫോർ ന്യൂ ഇര. വളരെ ശക്തമായ ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. ഈ സബ്ജക്റ്റുമായിട്ട് നമ്മോട് സംവദിക്കുന്നത് നമുക്കെല്ലാം പരിചിതനായ അഡ്വക്കേറ്റ് നവീൻ കുമാർ സാറാണ്. അധികം ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. നവീൻ ഇൻസ്പേസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കൂടെ നമുക്ക് എല്ലാവർക്കും പരിചിതനാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 15 വർഷമായിട്ട് അദ്ദേഹം തന്റെ പാഷനേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ്, അതേപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പുകൾ, മോട്ടിവേഷൻ ക്ലാസ്സുകൾ എല്ലാമായിട്ട് അദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 2000-ലധികം ട്രെയിനിങ് ക്ലാസ്സുകൾ അദ്ദേഹം സംഘടിപ്പിച്ചു. അതുവഴി 25,000-അധികം ആളുകളിലേക്ക്, ആളുകളുടെ മനസ്സിലേക്ക് പുതിയ ചിന്തകളെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം കേരള ഗവൺമെന്റിന്റെ അസാപ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പ്രോഗ്രാം മാനേജറാണ്. അദ്ദേഹത്തെ പറ്റി ഒത്തിരി, അദ്ദേഹത്തിന്റെ കരിയറിനെ കുറിച്ചും എഡ്യൂക്കേഷനെ കുറിച്ചും ഒത്തിരി പറയാനുണ്ട്. അതിന്റെ ആവശ്യം ഉണ്ട് തോന്നുന്നില്ല. നവീൻ സാർ, നിങ്ങളെ വളരെ ആദ്യമായിട്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടി ക്ഷണിക്കാൻ വന്ന എല്ലാ ഓഡിയൻസിനും എല്ലാവരെയും വളരെ ഹാർദവമായിട്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ദിവസം നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. എന്റെ മൈക്രോഫോണ് നവീൻ സാറെ കൈമാറുന്നു. സാർ.
നമസ്കാരം. കൈപൊക്കി കാണിക്കല്ലോ. നമസ്കാരം. 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 അപ്പോ നമ്മൾ ഇന്നത്തെ വർക്ക്ഷോപ്പിന്റെ പേര് ട്രാൻസ്ഫോർമേഷൻ മൾട്ടിപ്ലയർ എന്നാണ് ഇന്നത്തെ സെഷന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു പേരിട്ടതിന് ചില കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ട്രാൻസ്ഫോർമേഷൻ വേണ്ടത്, എന്താണ് ട്രാൻസ്ഫോർമേഷൻ, എങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാം, എന്തൊക്കെയാണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതെല്ലാമാണ് ഇന്നത്തെ ചുരുങ്ങിയ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ആദ്യം ഒരു ചെറിയ തിരുത്തൽ, ഞാൻ പ്രോഗ്രാം മാനേജർ ആയിരുന്നു, ഇപ്പോഴല്ല. ഞാൻ ആ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിസൈൻ ചെയ്ത് ഫുൾ ടൈം ഫ്രീലാൻസ് ട്രെയിനർ ആയിട്ട് ലാസ്റ്റ് 1.5 ഇയേഴ്സ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിങ്ങിനുള്ള ഇഷ്ടവും താല്പര്യവും ഉണ്ട്. ഇപ്പോ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനായി കംഫർട്ട് സോണിനെ വെടിയണം എന്ന തിയറി പ്രാക്ടിക്കലൈസ് ചെയ്തുകൊണ്ടാണ് ട്രെയിനിങ് ഇൻഡസ്ട്രിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ 2.0 പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ ചാറ്റ് ബോക്സിൽ എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ് അയക്കുന്നുണ്ട്. നിങ്ങളുടെ വക തിരിച്ചും ഒരു ഗുഡ് ഈവനിങ് പ്രതീക്ഷിക്കുന്നു. ഒരു ഗുഡ് ഈവനിങ് എല്ലാവർക്കും അയക്കുന്നുണ്ട്. ഒരു ഗുഡ് ഈവനിങ് തിരിച്ചും പ്രതീക്ഷിക്കുന്നു. ഗുഡ് ഈവനിങ് മുഹമ്മദ് അഷ്റഫ് സാറിന്റെ ഗുഡ് ഈവനിങ്, MQ ഗുഡ് ഈവനിങ്, ധാരാളം ഗുഡ് ഈവനിങ് വരട്ടെ. ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഗുഡ് ഈവനിങ് ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അയക്കാറില്ലെങ്കിൽ ഇന്നോട്ട് നമുക്ക് അയച്ചു തുടങ്ങാം. ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ ആവട്ടെ. ജമാൽ ഗുഡ് ഈവനിങ്, എക്സലന്റ്. ബാഷ് ഗുഡ് ഈവനിങ്, സൽന ഗുഡ് ഈവനിങ്, ഫാത്തിം ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് തന്നെ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് തുടങ്ങാം. അതിന് വേണ്ടിയിട്ടാണ്. അത് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യും. വെരി ഗുഡ്, എക്സലന്റ് പോരട്ടെ, ധാരാളം ഗുഡ് ഈവനിങ് പോരട്ടെ. നൌഷാദ് MC ഗുഡ് ഈവനിങ്, രാഹുൽ രാജ് ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പൊ ഗുഡ് ഈവനിങ് വൺസ് അഗെയിൻ. ഇന്നത്തെ സെഷന്റെ പേര് നമ്മൾ പറഞ്ഞ പോലെ ട്രാൻസ്ഫോർമേഷൻ 2.0 എന്നാണ്. ഗെറ്റ് ട്രാൻസ്ഫോം ഫോർ എ ന്യൂ ഇറ. പുതിയൊരു കാലഘട്ടത്തിലേക്ക് ആയിട്ട് പരിവർത്തനം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതില് ഞാൻ ചോദിക്കുന്ന ചോദ്യം ലൈഫ് ചേഞ്ച് വേണം ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി കാണിക്കുമോ? ലൈഫിൽ ചേഞ്ച് നോക്കി കാണിക്കോ? ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാവണം എന്ന് കൈപൊക്കി കാണിക്കാൻ പറഞ്ഞപ്പോ ജാഫർ സാർ എന്തോ കഴിച്ചു കാണിക്കുകയാണ്. കൈപൊക്കി കാണിക്കണം. ലൈഫിൽ ചേഞ്ച്. വെരി ഗുഡ്, എക്സലന്റ്. അപ്പൊ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ലൈഫിൽ ചേഞ്ച് വേണം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാൻ പോണ കാര്യം വളരെ രസകരവും ഇൻട്രസ്റ്റിംഗ് ആണ്. ലൈഫിൽ മാറ്റം എന്നുള്ളത് നമ്മൾ പറയും ചേഞ്ച് വേണമെന്ന്. എന്നിരുന്നാലും ലൈഫിൽ വേണ്ടത് പലപ്പോഴും ചേഞ്ച് അല്ല, ലൈഫിൽ വേണ്ടത് ട്രാൻസ്ഫോർമേഷൻ ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. മുൻപോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ മനസ്സിലാക്കും ലൈഫിൽ വേണ്ടത് നമുക്ക് ചേഞ്ച് അല്ല, ട്രാൻസ്ഫോർമേഷൻ ആണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് മുൻപോട്ട് മനസ്സിലാക്കാം. കാരണം ചേഞ്ച് എന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് റിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കാര്യം മാറ്റി, ആ മാറ്റിയ മാറ്റത്തെ നമുക്ക് പിറ്റേ ദിവസം തൊട്ട് പഴയ പോലെ ആകാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ആളുകളെ കാണുന്ന സമയത്ത് അവരോട് വളരെ എനർജറ്റിക് ആയി സംസാരിക്കണം എന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുകയാണെന്നിരിക്കണം. ആ തീരുമാനം നമ്മൾ ചേഞ്ച് എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുവരികയാണ്. നമ്മൾ പിറ്റേ ദിവസം തൊട്ട് ആളുകളോട് എനർജറ്റിക് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു. എന്നാൽ നമ്മൾ എനർജറ്റിക് ആയിട്ട് ഒരു ദിവസം സംസാരിക്കുന്നു, 2 ദിവസം സംസാരിക്കുന്നു, 3-ാം ദിവസം ആകുമ്പോൾ വീണ്ടും പഴയതുപോലെ സംസാരിക്കുകയാണെങ്കിൽ നമുക്കുണ്ടായത് ചേഞ്ച് ആണ്. അതേസമയം എനർജറ്റിക് ആയി സംസാരിക്കാൻ തീരുമാനം എടുത്തൊരു വ്യക്തി അദ്ദേഹത്തിന്റെ വായിലൂടെ ശബ്ദം വരികയും ശരീരത്തിന് ആവശ്യത്തിന് ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യുന്ന കാലഘട്ടത്തോളം അദ്ദേഹം എനർജറ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിനുണ്ടായത് ട്രാൻസ്ഫോർമേഷനാണ്. ചേഞ്ചും ട്രാൻസ്ഫോർമേഷൻ തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഉദാഹരണത്തിന് ഇപ്പൊ ഷർട്ട് ഇൻസൈഡ് ചെയ്യാത്തൊരു വ്യക്തിയെ നമ്മൾ ഷർട്ട് ഇൻസൈഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം കുറച്ചു നേരം കഴിഞ്ഞാൽ എടുത്ത് പുറത്തിടും. കാരണം ആ ഒരു ചേഞ്ച് ഉണ്ടാക്കി, പക്ഷെ അദ്ദേഹത്തിന് അതൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ ഒരിക്കൽ നടന്നാൽ, പരിവർത്തനം ഒരിക്കൽ നടന്നാൽ പിന്നെ തിരിച്ചു വരവ് പോസിബിൾ അല്ല, മുൻപോട്ടുള്ള യാത്രയെ പോസിബിൾ ആവുക. അതിന് ഉദാഹരണമാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ചിത്രം. ഈ ഒരു പ്യൂപ്പയിൽ നിന്നും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി, അവിടെ നിന്നും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി, അവിടെ നിന്നും പറക്കാൻ തുടങ്ങിയാൽ ഈ പറക്കാൻ തുടങ്ങിയിരിക്കുന്ന ചിത്രശലഭത്തിന് പഴയ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുകയില്ല. ആ ഒരു അവസ്ഥയിലേക്ക് ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയി മുൻപോട്ടുള്ള യാത്ര മനോഹരമാക്കാനായിരിക്കും അത് സഹായകരമാവുന്നത്. നമ്മുടെ ജീവിതത്തിൽ 2 തരം വളർച്ചകളാണ് ഏതൊരു വ്യക്തിക്കും ഏതൊരു കാലഘട്ടത്തിലും ഉണ്ടാക്കാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി ഈ ഒരു കൊറോണ കാലഘട്ടം മാത്രമല്ല, കൊറോണ കാലഘട്ടം പോലെ തന്നെ ഒരുപാട് മാർക്കറ്റിൽ ഡിപ്രഷൻസ് ഉണ്ടാവാറുണ്ട്, എക്കണോമിക് ക്രൈസിസ് ഉണ്ടാവാറുണ്ട്, ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചും
പ്രൊഫഷണൽസിനെ സംബന്ധിച്ചും മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഒരു വെള്ളപ്പൊക്കമാണെങ്കിലും അതുപോലെ തന്നെ ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ക്രൂഷ്യൽ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ നമ്മളൊരു ട്രാൻസ്ഫോർമേഷന് തയ്യാറായില്ലെങ്കിൽ നമ്മുടെ വളർച്ച എന്നുള്ളത് അവിടെ കട്ടായി പോകും എന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ വളർച്ചയെ പറ്റി സംസാരിക്കുമ്പോൾ രണ്ട് കാര്യം പറയാനുണ്ട്. ഒന്നാമത്തെ വളർച്ചയ്ക്ക് വിളിക്കുന്ന പേരാണ് ലീനിയർ ഗ്രോത്ത്. ലീനിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 2 ആണ് നമ്മുടെ വളർച്ചയെങ്കിൽ 2നെ 3 ആക്കുന്നു, 3നെ 4 ആക്കുന്നു, 4നെ 5 ആക്കുന്നു, 5നെ 6 ആക്കുന്നു. അതാണ് ലീനിയർ ഗ്രോത്ത്. എന്നാൽ മറ്റൊരു വളർച്ച കൂടെ ഉണ്ട്. അത് ലീനിയർ അല്ല, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 1 ആണെങ്കിൽ ആ 1 5 ആകുന്നു, 5 പിന്നീട് 10 ആകുന്നു, 10 പിന്നീട് 50 ആകുന്നു, 50 5000 ആകുന്നു. അത്തരത്തിലുള്ള വളർച്ചയ്ക്ക് പറയുന്ന പേരാണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. ഒരേ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വളർച്ചയ്ക്ക് പറയുന്ന പേരാണ് ലീനിയർ ഗ്രോത്ത്. ഇതില് ലീനിയർ ഗ്രോത്ത് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നമ്മൾ ലെവൽ ബൈ ലെവലായുള്ള ലീനിയർ ഗ്രോത്ത് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് ട്രാൻസ്ഫോർമേഷൻ പലപ്പോഴും പോസിബിൾ ആവില്ല. ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, ഒരു വലിയ പരിവർത്തനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് അനിവാര്യമായി വരുന്നത്. അപ്പൊ തീർച്ചയായും നമ്മൾ ഈ ഒരു സെഷനിലേക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആദ്യം നമുക്കൊരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് പ്ലാൻ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഭൂരിപക്ഷം ആളുകളും ഈ കാലഘട്ടത്തിലൂടെ എങ്ങനെ ജീവിച്ചു പോകാമെന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ എക്സ്പോണൻഷ്യലായി വളരാമെന്നുള്ളൊരു ചിന്തയാണ് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. നമ്മുടെ ചിന്തയാണല്ലോ എല്ലാത്തിന്റെ ആധാരം. അപ്പൊ നമ്മൾ ആ ഒരു തോട്ട് പ്രോസസിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എങ്ങനെ എക്സ്പോണൻഷ്യൽ ലെവലിൽ, മൾട്ടിപ്ലൈഡ് ലെവലിൽ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിലുള്ള സ്കില്ലാണെങ്കിലും, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണെങ്കിലും, നമ്മുടെ അറിവാണെങ്കിലും, നമ്മുടെ അഭിരുചികളാണെങ്കിലും, നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവമാണെങ്കിലും, ഇവിടെയൊക്കെ എങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് കൊണ്ടുവരാം, ഇവിടെയൊക്കെ എങ്ങനെ നമുക്കൊരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കൊണ്ടുവരാം. അപ്പൊ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാറ്റ് ബോക്സിൽ YES എന്നും ടൈപ്പ് ചെയ്യണം. YES, അതായത് ഐ വാണ്ട് ടു മേക്ക് ആൻ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയ ലീനിയർ ഗ്രോത്ത് അല്ല, മറിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് എനിക്ക് വേണ്ടതെങ്കിൽ തീർച്ചയായും യെസ് എന്ന് അവിടെ ടൈപ്പ് ചെയ്യാൻ തയ്യാറാവും. എക്സലന്റ് പോരട്ടെ. ഒരുപാട് എസ്സുകൾ വരുന്നുണ്ട്. വെരി ഗുഡ്. എല്ലാവരും എക്സ്പോണൻഷ്യൽ ആയ ഒരു ഗ്രോത്ത് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്ന് വളരെയധികം വ്യക്തമാണ്. സോ യു ആർ റൈറ്റ് പേഴ്സൺസ് ആൻഡ് യു ആർ ഇൻ ദ റൈറ്റ് സെഷൻ. നിങ്ങൾ ശരിയായ വ്യക്തികളാണ്, നിങ്ങൾ ശരിയായ സെഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. തീർച്ചയായും ഈ സെഷനിലൂടെ എങ്ങനെ എക്സ്പോണൻഷ്യൽ ആയി നമുക്ക് ഡെവലപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഓരോ വ്യക്തികൾക്കും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ലീനിയർ ഗ്രോത്ത് എന്താണെന്നൊന്ന് പഠിച്ചാൽ അല്ലെങ്കിൽ മനസ്സിലാക്കിയാലേ നമ്മളിപ്പോ നിലവിൽ ചെയ്തു പോകുന്ന കാര്യങ്ങൾ ലീനിയർ ഗ്രോത്തിന് വേണ്ടിയുള്ളതാണോ എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയുള്ളതാണോ എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. അപ്പൊ ലീനിയർ ഗ്രോത്തിൽ എന്തൊക്കെയാണുള്ളതെന്ന് ചോദിച്ചാൽ, ഒന്നാമത് ലീനിയർ ഗ്രോത്തിലുള്ള ഒരാളെ സംബന്ധിച്ച് അയാളുടെ എന്തുണ്ട് വിശേഷം, എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയാൻ പോകുന്ന മറുപടി ഐ ആം ഓക്കെ. എന്താണ്? ഐ ആം ഓക്കെ. ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട് സാറിന്റെ ബിസിനസ് ഒക്കെ? ഐ ആം ഓക്കെ. എങ്ങനെയുണ്ട് സാറിന്റെ ആരോഗ്യമൊക്കെ? ഐ ആം ഓക്കെ. എങ്ങനെയുണ്ട് സാറിന്റെ ഫാമിലിയൊക്കെ? ഐ ആം ഓക്കെ. എല്ലാത്തിനും ഓക്കെ എന്നുള്ള ഒരു മറുപടി ആയിരിക്കും ലീനിയർ ഗ്രോത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് അത്തരത്തിലുള്ള ഒരു മറുപടിയാണോ ഉണ്ടാവാറ് എന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കും. 2, ഇനഫ്. എനിക്ക് കിട്ടിയതൊക്കെ മതി, കിട്ടിയ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, കിട്ടിയ കാര്യങ്ങളിലൊക്കെ ഞാൻ ഹാപ്പിയാണ്, കിട്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. യഥാർത്ഥത്തിൽ കിട്ടിയ കാര്യങ്ങളിലുള്ള സാറ്റിസ്ഫാക്ഷൻ അല്ല, ഇനിയും എനിക്ക് മാറാനുണ്ടെന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ടും ആ മാറ്റത്തിനായിട്ട് എഫേർട്ട് എടുക്കാൻ തയ്യാറാവാത്തതുകൊണ്ടും പറയുന്ന ഒരു വാക്കാണ് ഇറ്റ്സ് ഇനഫ്. എനിക്ക് ബാക്കിയുള്ള ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നൈസായിട്ട് പറഞ്ഞ കാര്യമാണെന്ത്? ഇറ്റ്സ് ഇനഫ്. ജുനൈദ് ചിരിക്കണം, ഒരു കള്ളച്ചിരി ഇരിക്കുന്നുണ്ട് കണ്ണാടിയൊക്കെ വെച്ച്. എന്താണ് ജുനൈദ്? ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് പലപ്പോഴും പറയുന്ന രീതിയാണ് ഇറ്റ്സ് ഇനഫ് എന്ന് പറയുന്നത് നമ്മുടെ മടിയുടെ ലക്ഷണമാണ്, അല്ലാതെ ഒരു എലഗന്റ് പേഴ്സണാലിറ്റിയുടെ റിഫ്ലക്ഷൻ ആയിരുന്നു ആരും തെറ്റിദ്ധരിക്കും. അപ്പൊ ഇറ്റ്സ് ഇനഫ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ലീനിയർ ഗ്രോത്തിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ചൂണ്ടുവിരൽ എപ്പോഴും ഇങ്ങനെ നിൽക്കും. എന്റെ അർത്ഥം എന്താണ്? എന്ത് പ്രശ്നം ഉണ്ടായാലും അതാ അവന്റെ കുഴപ്പം, ദേ ഇതിന്റെ കുഴപ്പം, ദാ മറ്റവന്റെ കുഴപ്പം, ദാ അവിടുത്തെ കുഴപ്പം, ദേ ഇവിടുത്തെ കുഴപ്പം. ഇതല്ലാതെ അവനവനിലെ കറക്ഷനെ പറ്റി ലീനിയർ ഗ്രോത്തിലൂടെ പോകുന്ന ഒരു വ്യക്തി ഒരിക്കലും ചിന്തിക്കില്ല. He will never think of such a change. So if you are in linear growth, you will definitely blame others for everything. You will not only blame others, you will blame everything. ഒരു മഴ പെയ്താൽ മഴയെ കുറ്റം പറയും, ഒരു കൊറോണ വന്നാൽ കൊറോണയെ കുറ്റം പറയും, ഒരു വെള്ളപ്പൊക്കം വന്നാൽ വെള്ളപ്പൊക്കത്തെ കുറ്റം പറയും. എന്തിനേയും ഏതിനേയും കുറ്റം പറയുന്ന ഒരു വ്യക്തികളായിരിക്കും ലീനിയർ ഗ്രോത്തിലൂടെ പോകുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത്. കാരണം എന്താണ്?
ഇവരെ സംബന്ധിച്ച് എന്താണ് ആ സമയത്ത് ചെയ്യേണ്ടതെന്നുള്ള ക്രിയേറ്റീവ് ഏരിയ വർക്ക് ചെയ്യിപ്പിക്കാൻ മെനക്കെടാൻ തയ്യാറില്ല. എളുപ്പപ്പണി എന്താ? കുറ്റം മറ്റൊരു സാധനത്തിന്റെ മേലിൽ, ഒരു അവസ്ഥ മേലിൽ, ഒരു വ്യക്തി മേലിൽ ചൂണ്ടിക്കാണിക്കുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, ലീനിയർ ഗ്രോത്ത് ഉള്ള ആൾക്കാർ പലപ്പോഴും അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്രൂവൽ അല്ലെങ്കിൽ എൻഡോഴ്സ്മെന്റ് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ അംഗീകാരം ലഭിച്ചാലേ ഞാനൊരു കാര്യം ചെയ്യൂ എന്നാണ് ഇവരുടെയൊക്കെ ഒരു തീരുമാനം. മറ്റുള്ള ആളുകൾ അംഗീകരിക്കട്ടെ എന്നിട്ട് കാര്യങ്ങൾ ചെയ്യാം. മറ്റുള്ള ആളുകൾ കുറച്ച് ഫണ്ട് തരട്ടെ എന്നിട്ട് ബിസിനസ് തുടങ്ങാം. മറ്റുള്ള ആളുകൾ ഒരു കട റെഡിയാക്കി തരട്ടെ എന്നിട്ട് ഞാൻ കട തുടങ്ങാം. മറ്റുള്ള ആളുകൾ ഹോൾസെയിലറായി സംസാരിച്ച് കാര്യം ശരിയാക്കി തരട്ടെ, ഞാൻ എപ്പോഴേ റെഡിയാണ് കട തുടങ്ങാൻ. മറ്റുള്ള ആളുകൾ ചെയ്തു തന്നാൽ ഞാൻ തുടങ്ങാം. അച്ഛൻ അംഗീകരിക്കട്ടെ എന്നിട്ട് ജോലി റിസൈൻ ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാനവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇതേപോലെ നമ്മൾ മറ്റുള്ള ആളുകൾ, കാരണം എന്താ, കൃത്യമായിട്ടുള്ള കാരണം ഉണ്ട്. എന്താണെന്നറിയാം, നമുക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം ഇല്ലായ്മ കൊണ്ടാണ് മറ്റുള്ളവരുടെ അപ്രൂവൽ എടുക്കാൻ നിൽക്കുന്നത്. അതാരുടെ ആണെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഉത്തരവാദിത്വം എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ അപ്രൂവൽ വേണം എന്നുള്ളതിൽ ശാഠ്യം പിടിക്കണം. അപ്പൊ ഒരു കാര്യത്തിന് അപ്രൂവൽ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ ജന്മമാണ്. നിങ്ങൾ ട്രാൻസ്ഫോംഡ് ആയി ഈ ജന്മത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് പോകേണ്ട വ്യക്തികളാണ്. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ടകടകടകടകേന്ന് ചെയ്യാൻ തയ്യാറാവും. അത് ചെയ്യാൻ തയ്യാറാവണമെങ്കിൽ ആരുടെയും അപ്രൂവലിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതിനെടുത്ത് കളഞ്ഞേ പറ്റും. അതേപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നെഗറ്റിവിറ്റി. എന്തിലും ഏതിലും നെഗറ്റിവിറ്റി കണ്ടെത്തുക. ഇപ്പൊ കൊറോണ കാലഘട്ടത്തിലെ നെഗറ്റിവിറ്റികളെ പറ്റി ചോദിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും 10 കാര്യങ്ങൾ വെച്ച് പറയാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം എന്താ, എല്ലാ വ്യക്തികൾക്കും 10 നെഗറ്റീവ് പറയാൻ പറ്റും. പക്ഷേ ലീനിയർ ഗ്രോത്ത് അല്ല, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ദയവായി നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഈ കൊറോണ കാലം നിങ്ങൾക്ക് നൽകിയ ഒരു അനുഗ്രഹം, ഒരു നല്ല കാര്യം ഒന്ന് ചാറ്റ് ചെയ്യുക പ്ലീസ്. ഒരൊറ്റ കാര്യം, ഈ കൊറോണ കാലം നിങ്ങൾക്ക് നൽകിയ ഒരു അനുഗ്രഹം എന്താണ്? വാട്ട് ഈസ് ദാറ്റ്? സേവ് മോർ. എക്സലന്റ്. ചുമ്മാ ലാവിഷായിട്ട് കാശൊക്കെ അടിച്ചു പൊളിച്ച് കളയരുത്, കുറച്ച് സേവ് ചെയ്യണം. സൂം പ്ലാറ്റ്ഫോം ഉപയോഗിക്കുക, പുതിയ മേഖലകൾ മനസ്സിലാക്കുക, ഫാമിലി ബോണ്ടിങ്, കുടുംബമായിട്ട് കൂടുതൽ അടുക്കുക, സെൽഫ് ഡെവലപ്മെന്റ് പഠിക്കുക, എക്സലന്റ്. ലേണിംഗ്, കൂടുതൽ പഠിക്കുക, ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലി, മോർ കണക്റ്റഡ് വിത്ത് ഫാമിലി, ലേൺ കുക്കിംഗ്. വെരി ഗുഡ് നൗഷാദ്, കുക്കിംഗ് ഒക്കെ പഠിച്ചോട്ടെ നൗഷാദ്. ദെൻ നസീബ്, റീഡിംഗ്. ദെൻ ടൈം ടു ലേൺ, ക്വാളിറ്റി ടൈം, റീഡിംഗ് മോർ. വെബ് പ്ലാറ്റ്ഫോമിന് എങ്ങനെ ലേൺ ചെയ്യാം? ഐ ഹാവ് സീസണൽ ബിസിനസ് ലൈക്ക് സാനിറ്റൈസേഴ്സ്. എക്സലന്റ്. അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ ഗ്രാബ് ചെയ്തു എന്ന് പറയാം. ആരാണ്? സദാവുദ്ദീൻ. ദെൻ ഷെഫി, മോർ മണി ഉണ്ടാക്കാൻ എങ്ങനെ ചെയ്യാം അതിനെ പറ്റിയാണ് അദ്ദേഹം ചിന്തിച്ചത്. ഒരാൾ സേവ് മണി പറഞ്ഞു, അയാൾ മോർ മണി ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു. ഫാമിലി ഫുഡ് കഴിച്ചു. ഫാമിലി ഫുഡ് കഴിച്ചോ? വെരി ഗുഡ്, ഫാമിലി ഫുഡ് കഴിയട്ടെ. വിയർ ടു, മാസ്ക് ധരിക്കാൻ പഠിച്ചു. എക്സലന്റ്. ലേൺ മോർ ടെക്നോളജി, ലേൺ ടു യൂസ്. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ അനുഗ്രഹങ്ങൾ ഉണ്ടായതിനെ നമ്മൾ തലച്ചോറിലിട്ട് ചിന്തിക്കുകയും ചെയ്തിട്ടില്ല. ശരിയാണോ തെറ്റാണോ? നമുക്ക് അതിന്റെ നെഗറ്റീവ് ഏരിയാസിലായിരിക്കും കൂടുതൽ ഫോക്കസ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കിയ എല്ലാ വ്യക്തികളും ഈ കാലഘട്ടത്തിന്റെ പോസിറ്റീവിനെ നോക്കിയതുകൊണ്ടാണ് അവർക്ക് ഈ കാലഘട്ടത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞെന്ന് തിരിച്ചറിയുക. ലീനിയർ ഗ്രോത്ത് ഉണ്ടാക്കിയ ആളുകൾ നെഗറ്റീവ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവരാരും തകർന്നു പോയി എന്ന് ഞാൻ പറഞ്ഞില്ല. ഇവരൊക്കെ വളർന്നിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. പക്ഷെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് അല്ല, ലീനിയർ ഗ്രോത്ത് ആണ് ഉണ്ടായിരിക്കുന്നത്. ചിലർക്ക് ലീനിയർ ഗ്രോത്ത് ഉണ്ടായിട്ടില്ല, ലീനിയർ ഡീ ഗ്രോത്ത് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള വളർച്ച ഉണ്ടാക്കിയ ആളുകളൊക്കെ ഈ കാലഘട്ടത്തിന്റെ പോസിറ്റിവിറ്റിയും പോസിബിലിറ്റിയും കണ്ടെത്തിയവരാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ നമ്മൾ മുമ്പോട്ട് പറയുന്നുണ്ട്. ഇനി ഇതൊക്കെ സാറ് കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അതിൽ എന്താണ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് പറഞ്ഞു. ഈ ട്രാൻസ്ഫോർമേഷന്റെ ഗുണങ്ങൾ എന്താന്ന് പറഞ്ഞു. ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീനിയർ ഗ്രോത്തിൽ നിന്നും എക്സ്പോണൻഷ്യൽ ഗ്രോത്തിലേക്ക് മാറാമെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടിരുന്നോണ്ട് ഞങ്ങൾക്ക് എന്നെ ഗുണം, ഞങ്ങൾക്ക് എങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുക അത് ഇയാൾ പറഞ്ഞാ. അതിലേക്ക് മനസ്സ് ചിന്തിക്കണം. ഹൗ ടു ഗെറ്റ് ട്രാൻസ്ഫോം. എനിക്ക് എങ്ങനെ മാറ്റം ഉണ്ടാക്കാം, എനിക്ക് എങ്ങനെ പരിവർത്തനം ഉണ്ടാക്കാം, എനിക്ക് എങ്ങനെ ഇതേപോലെ പറക്കാം, അതല്ലേ അറിയേണ്ടത്. അപ്പൊ അതെന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന്, എങ്ങനെ ട്രാൻസ്ഫോംഡ് ആയി മാറാമെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാ ചെയ്യേണ്ട 7 സ്റ്റെപ്പുകൾ എന്നുള്ളത്. ശാസ്ത്രീയമായ 7 steps ടു ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ലൈഫ്. ഒരു ബിസിനസ്സിനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ 3 ലെവൽസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആണ്. അതിൽ ഒരു ഓട്ടോ പൈലറ്റ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഓട്ടോ പൈലറ്റ് ട്രാൻസ്ഫോർമേഷൻ പോലെ തന്നെ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമിംഗ് കമ്പനികൾ ഫോം ചെയ്യുന്നുണ്ട്, ഓട്ടോ ഡെവലപ്പിംഗ് കമ്പനികൾ ഫോം ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെയാണ് കമ്പനികൾക്കും ഓർഗനൈസേഷനും ബിസിനസ്സിനും ഒക്കെ കൊടുക്കുന്നത്. എന്നാൽ വ്യക്തികളെ സംബന്ധിച്ച് അവർക്കൊരു പരിവർത്തനം ഉണ്ടാക്കാനായി ചെയ്യേണ്ട 7 സ്റ്റെപ്സ് ആണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായും അതിനെപ്പറ്റി പറയണമെന്നുണ്ടെങ്കിൽ
ഐ വാണ്ട് ട്രാൻസ്ഫർമേഷൻ. IWT എന്ന് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യേണ്ടതാണ്. IWT എന്ന് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യേണ്ടതാണ്. IWT എന്ന് എല്ലാവരും ടൈപ്പ് ചെയ്താൽ ഞാൻ വീഡിയോ ഓൺ ആക്കുന്നതാണ്. എക്സലന്റ് എക്സലന്റ്. IWT എല്ലാവരുടെയും പറയട്ടെ. IWT, I want WT, I want ട്രാൻസ്ഫർമേഷൻ ആക്കി. വെരി ഗുഡ്. IWT. ഓക്കെ, അപ്പൊ IWT അല്ലെങ്കിൽ I want ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് നമ്പർ 1 ഞാൻ മിസ്റ്റർ ഫസലിന് അയച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളോട് ആരോടും പറയൂല. ഫസൽ അത് കോമൺ ആയിട്ട് ടൈപ്പ് ചെയ്യാനും പാടില്ല. നിങ്ങൾ ഫസലിനോട് ചോദിക്കുക, ഫസൽ റിപ്ലൈ തരുമ്പോൾ മനസ്സിലാക്കാം. ഫസ്റ്റ് മാറ്റം വരുത്തേണ്ട എവിടെയാണ്? ഫസലിന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസലിനോട് ചോദിച്ചു. ഫസലിനോട് ചോദിച്ച് കണ്ടുപിടിക്കുന്ന ആൾക്ക് കോമൺ ആയിട്ട് എവറി വണ്ണിന് ടൈപ്പ് ചെയ്യാം എവിടെയാണ് ആദ്യത്തെ മാറ്റം വരുത്തേണ്ടത്. ഫസലിനോട് ചോദിച്ച് കണ്ടുപിടിക്കണ മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഷെഫി ഇപ്പോഴും IWTയിലാണ് നിൽക്കുന്നത്. ഷെഫി പോയി ചോദിക്കേ. TM ദോഹ എക്സലന്റ്. മൈൻഡ് നല്ല കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൈൻഡ് എന്നുള്ളതല്ല കറക്റ്റ് ഉത്തരം, മൈൻഡ് അല്ല. അപ്പോ നിങ്ങളെ പറ്റിച്ച അദ്ദേഹം ഒന്നുകൂടെ ചോദിക്കും. മൈൻഡ് തന്നെയാണ്, പക്ഷെ അതിന് വേറൊരു വാക്കാണ് ഞാൻ അയച്ചു കൊടുത്തത്. എന്താണെന്ന് പറയും. ഒന്നുകൂടെ ചോദിക്കുക ഫസലിനോട്. ഇൻട്രസ്റ്റ്. ഷബീറെ ഒരു ചോദ്യം ചോദിക്കുക, ചുമ്മാ അങ്ങോട്ട് തള്ളുകയാണല്ലേ. ഓക്കെ, ചോദിച്ച് കണ്ടുപിടിക്കുക. ഫസലിനോട് ചോദിച്ച് ആ കണ്ടുപിടിക്കുന്നത് തന്നെയാണ് ഉത്തരം. അത് കണ്ടുപിടിക്കാൻ മെനക്കെടുന്നതാണ് അതിന്റെ ഉത്തരം. ആറ്റിറ്റ്യൂഡ്. രാകേഷ് സാറും സ്വന്തമായിട്ട് ഇട്ടു കയ്യിൽ. ആറ്റിറ്റ്യൂഡ് ഇട്ടു അല്ല, മൈൻഡ് ആണ്. മൈൻഡിനോടൊപ്പം ഒരു ചെറിയ വാക്കുകൂടിയുണ്ട്, മൈൻഡ് സെറ്റ്. മൈൻഡ് സെറ്റ് ആണ്. മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലെ ഒരു കൂട്ടം ആശയങ്ങളുടെ ഒരു സെറ്റിനെയാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഞാൻ മൈൻഡ് സെറ്റ് ഡെഫിനിഷൻ ഒന്ന് വായിക്കാം. മൈൻഡ് സെറ്റ് ഈസ് ഫോംഡ് വെൻ സംതിങ് ഈസ് ഡൺ റിപ്പീറ്റഡ്ലി for a long period of time without consciously questioning or changing what and how it is done. അതായത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയി നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അവസ്ഥയിൽ നമ്മൾ ഇതിനെ ചോദ്യം ചെയ്യാനും പോകുന്നില്ല, അതേപോലെ ഇതിനെ മാറ്റാനും പോകുന്നില്ല. ഇനി എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കണില്ല, എന്താണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് എന്ന് ചോദിക്കണില്ല. അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ മനസ്സിലുണ്ടാവുന്ന ഒരു മാറ്റമാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എല്ലാ ദിവസവും രാവിലെ എണീക്കണു, ഓഫീസിൽ പോകുന്നു. അങ്ങനെ ഒരു കാറ്റഗറി ആണെങ്കിൽ രാവിലെ എണീക്കണു, ഓഫീസിൽ പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ എന്തായി? രാവിലെ എണീക്കുക, ഓഫീസിൽ പോവുക. എന്തിനാ ഓഫീസിൽ പോണത്? എങ്ങനെയാണ് ഓഫീസിൽ പോണത്? രാവിലെ എണീക്കണു, പോണു, വൈകുന്നേരം മുമ്പ് വരണു. അത് നമ്മുടെ മൈൻഡ് സെറ്റിന്റെ ഒരു ഭാഗമായി. നമ്മൾ ചോദിക്കുന്നില്ല പിന്നെ എന്തിനാണോ നീ പോണത്, നിന്റെ ലൈഫ് ഒബ്ജക്റ്റീവിലാണോ പോണേ? ആര് ചോദിക്കണം? എവിടെ ചോദിക്കണം? ബിസിനസ് സ്ഥാപനം തുടങ്ങി, വലിയ വിഷനോടുകൂടി തുടങ്ങി, വളരെ റിസ്ക് എടുത്ത് തുടങ്ങി, ഫാമിലി ഒന്നും ആയിട്ടില്ല, ബാച്ചിലർ ആയിട്ടുള്ള അവസ്ഥയിൽ തുടങ്ങി കാര്യങ്ങളൊക്കെ പോയി, സ്വന്തമായിട്ട് കാറ് കിട്ടി, ഒരു വീട് കിട്ടി. പിന്നെ ഏത് ബിസിനസ് നമ്മുടെ കാര്യം നടത്താനുള്ള പരിപാടി എത്ര ഉള്ളൂ? പിന്നെ ബിസിനസ് വളർത്തണമെന്നോ ഡെവലപ്പ് ചെയ്യണമെന്നോ അതിനെ ഗ്രോ ചെയ്യണമെന്നോ ആ ഒരു ചോദ്യം ചോദിക്കണില്ല. പിന്നെ നമ്മൾ വി ആർ ഹാപ്പി വിത്ത് ദാറ്റ്. ട്രാൻസ്ഫോർമേഷൻ വേണ്ട വ്യക്തികളെ സംബന്ധിച്ച് ദി ഫസ്റ്റ് ചേഞ്ച് മസ്റ്റ് ഹാപ്പൻ ഇൻ വൺസ് മൈൻഡ് സെറ്റ്. മൈൻഡ് സെറ്റിൽ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ മൈൻഡ് സെറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെയൊക്കെ ഈ മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായി വന്നത് നമ്മൾ മനസ്സിലാക്കണം. പഴയ കാര്യങ്ങൾ നമ്മുടെ മൈൻഡ് സെറ്റ് ഇപ്പോഴത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ കാര്യത്തെയും നാളെയും മൈൻഡ് സെറ്റിനെ ക്രിയേറ്റ് ചെയ്യാനും ട്രാൻസ്ഫോം ചെയ്യാനും സഹായിക്കും. അപ്പൊ ഇപ്പോഴാണ് നമ്മളവിടെ വർക്ക് ചെയ്ത് മാറ്റം വരുത്തുന്നത്. പഴയ കാലഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാ? പഴയ കാലഘട്ടത്തിലെ മെമ്മറി, ഓർമ്മകൾ നമ്മുടെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് വളരെ നെഗറ്റീവ് ആയിരിക്കും. ആ ഓർമ്മ കേൾക്കാമോ? കേൾക്കാമെങ്കിൽ ഒന്ന് കൈപൊക്കുമോ? ഓക്കെ, കേൾക്കാം.
ഡൺ. അപ്പൊ അത്തരത്തിലുള്ള കുറെ ഓർമ്മകള്, അത്തരത്തിലുള്ള കുറെ അനുഭവങ്ങള്. ഇനി വേറൊരു പ്രശ്നക്കാരുണ്ട് കേട്ടാ. പണ്ടുണ്ടാക്കിയ നേട്ടം 1990 ഞാനൊരു നേട്ടം കരസ്ഥമാക്കി എന്ന ഒറ്റ കാരണം കൊണ്ട് അതേ രീതികൾ ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ച് നമ്മൾ സക്സസ് ആവോ? അന്ന് അപ്ലൈ ചെയ്ത കാര്യങ്ങൾ നമ്മൾ വിജയിച്ചു എന്ന് കരുതി അതേ കാര്യങ്ങൾ ഇന്നും ഞാൻ ചെയ്യും, അതേ കാര്യങ്ങൾ വെച്ച് എനിക്ക് ഇന്നും സക്സസ് ആവണം നമ്മൾ ശാഠ്യം പിടിച്ചാൽ സക്സസ് ആവില്ല എന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ കാണിക്കുക? സക്സസ് ആവില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കും. അതവിടെ സാറ് ജാഫർ സാർ തകർക്കുകയാണ്. സാർ ആ ഭക്ഷണം കഴിച്ചതിന് എനർജിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു കാരണവശാലും നമുക്ക് അന്നത്തെ ആ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയ എലിമെന്റ്സ് വെച്ച് ഇന്ന് അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല. കാര്യം അന്ന് കളിച്ച കളിയല്ല ഇന്നത്തെ കളി. കളിയുടെ നിയമം മാറി, മാർക്കറ്റ് മാറി, ആളുകൾ മാറി, കോമ്പറ്റീറ്റേഴ്സ് മാറി, കസ്റ്റമേഴ്സ് മാറി, കൺസ്യൂമേഴ്സ് മാറി, നമ്മുടെ ബോസുമാര് മാറി, നമ്മുടെ കമ്പനി സിഇഒസ് മാറി. ഇതെല്ലാം മാറി. നമ്മൾ മാത്രം മാറുന്നില്ല. നമ്മൾ അന്നത്തെ അച്ചീവ്മെന്റിന്റെ സെയിം റെസിപ്പി വെച്ച് ഇന്നും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല അച്ചീവ്മെന്റ്സും നടക്കണില്ല. ബിക്കോസ് നമുക്ക് വേണ്ടത് ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പൊ മൈൻഡ് സെറ്റ് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് മാറ്റം മാത്രമേ, ഞാനിപ്പോ ഈ കുറഞ്ഞ സമയമായതുകൊണ്ട് 2 ടൈപ്പ് മാറ്റം മാത്രമേ പറയാനുള്ളൂ. അതിൽ ആദ്യം മാറ്റം വരുത്തേണ്ടത് നമ്മുടെ നെഗറ്റീവ് തിങ്കിങ്ങിനെ പോസിറ്റീവ് തിങ്കിങ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഇങ്ങനെ പോസിറ്റീവ് തിങ്കിങ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ നെഗറ്റീവായി ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഒരു കാരണവശാലും നേരിട്ട് സംസാരിക്കുന്നത് പോലെയോ നേരിട്ട് ഇടപെടുന്ന പോലെയോ ഇടപെടാൻ പറ്റില്ല എന്ന് ഞാൻ ചിന്തിച്ചാൽ അതിന് പറഞ്ഞ പേരാണ് നെഗറ്റീവ് തിങ്കിങ്. ശരിയല്ലേ? ആണ് തലയടിക്ക് ശരിയല്ലേ? അതല്ലേ നെഗറ്റീവ് തിങ്കിങ് ആണോ? ഇനി അതേ സമയത്ത് ഈ പ്ലാറ്റ്ഫോമിലൂടെയും അങ്ങനെ സംസാരിക്കാൻ പറ്റുമായിരിക്കും എന്ന് ചിന്തിച്ചാൽ അതെന്തായി? പോസിറ്റീവ് തിങ്കിങ് ആയി. പക്ഷെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? കാര്യമില്ല. ഇനി ഈ പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെ അത് ചെയ്യിപ്പിക്കാം, എങ്ങനെ അത് ചെയ്യാം എന്ന് ചിന്തിക്കുമ്പോ അത് പോസിബിലിറ്റി തിങ്കിങ് ആയി. കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ചിന്താഗതിയായി. നെഗറ്റീവ് തിങ്കിങ് ഉണ്ട്, പോസിറ്റീവ് തിങ്കിങ് ഉണ്ട്, പോസിബിലിറ്റി തിങ്കിങ് ഉണ്ട്. മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തേണ്ടത്, ഒരു പരിവർത്തനം ആവശ്യമുള്ള വ്യക്തി മാറ്റം വരുത്തേണ്ട ഏരിയ മൈൻഡ് സെറ്റിൽ ഏറ്റവും പ്രധാനം ഇതാണ്. നെഗറ്റീവ് തിങ്കിങ്ങിനെ മാറ്റി പോസിറ്റീവ് തിങ്കിങ് ആക്കുക, പോസിറ്റീവ് തിങ്കിങ്ങിനെ മാറ്റി പോസിബിലിറ്റി തിങ്കിങ് ആക്കുക. എല്ലാവരും ഒന്ന് എണീറ്റിട്ടൊന്നിരിക്കുവോ? ഒന്ന് എണീക്കുക. പ്ലീസ് സ്റ്റാൻഡ് അപ്പ് ആൻഡ് സിറ്റ്. കിടക്കുന്ന ആളുകൾക്കും ഒന്ന് എണീറ്റിട്ടൊന്നിരിക്കുക. ഒന്ന് ഉഷാറാവട്ടെ, ശരീരമൊക്കെ മൊത്തത്തിൽ ഒന്ന് ഉഷാറാവട്ടെ. ഓക്കെ സാർ ഇരിക്കാം കേട്ടോ. ഓക്കെ ഇരിക്കാം. അശ്വ സാർ ഇരിക്കാം. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ നമുക്ക് നടക്കും സൂമിലൂടെ എന്ന് ചിന്തിച്ചത് കൊണ്ടും നടപ്പിലാക്കാമെന്ന് വിശ്വസിച്ചുകൊണ്ടും അല്ലേ ഇപ്പൊ നിങ്ങൾ എണീറ്റിട്ടിരുന്നത്. പക്ഷെ ഇതിലൂടെ ഒന്നും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു ചിന്തയിലേക്ക് കടക്കാൻ പറ്റുമോ? പറ്റില്ല. ദാറ്റ് മീൻസ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു പോസിറ്റീവ് ചിന്താഗതിയോടൊപ്പം അത് നടപ്പിലാക്കാനുള്ള പോസിബിലിറ്റി തിങ്കിങ് കൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. അപ്പൊ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: ഇന്നേ വരെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചൊരു കാര്യം നടക്കുക എന്നുള്ളതൊന്നും തൽക്കാലം എഴുതരുത്. അതെല്ലാം നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതോ നിങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടതോ നിങ്ങളുടെ സ്കില്ലുമായി ബന്ധപ്പെട്ടതോ കുറച്ചു നാളുകൊണ്ട് നിങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ പറ്റില്ല എന്ന് ചിന്തിച്ച ഒരു കാര്യം അത് നടപ്പിലാക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അതിനൊരു പോസിബിലിറ്റി ലെവൽ തിങ്ക് ചെയ്തുകൊണ്ട് അത് നടപ്പിലാക്കാൻ പോവുകയാണ്. അത് എന്താണ് എന്ന് ടൈപ്പ് ചെയ്യും പ്ലീസ്. അബ്ദുൽ സാർ, എന്റെ ശബ്ദം കൂടുതലുണ്ടാ? സാർ സൗണ്ട് കൂടുതലുണ്ടാ? കുഴപ്പമില്ല. ഓക്കെ ഡൺ. ഗോയിങ് ടു സ്റ്റാർട്ടപ്പ്. ജമാൽ സാർ ഓക്കെ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഗോയിങ് ടു സ്റ്റാർട്ട് എ സ്റ്റാർട്ടപ്പ്. ഓക്കെ, അപ്പൊ കുറെ നാളായിട്ട് നടക്കില്ല എന്ന് ചിന്തിച്ച കാര്യമാണ്, അത് നടത്തുമെന്ന് ചിന്തിക്കണം. ഇനി അത് എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ള ആക്ഷൻ എടുക്കണം. ഓക്കെ, ഗോയിങ് ടു സ്റ്റാർട്ട് എ സ്റ്റാർട്ടപ്പ്. മറ്റുള്ള ആളുകൾ 100 പാർട്ടിസിപ്പൻസോളം ഉണ്ട്. കോൺസെൻട്രേറ്റ് ഇൻ മൈ വർക്ക്. അത് ശരി നദീറ, നിങ്ങളുടെ പഴയ മുതലാളി അറിയേണ്ട ഇത്രയും നാള് കോൺസെൻട്രേഷൻ ഇല്ലാതെയാ ജോലി ചെയ്തതെന്ന്. ഓക്കെ, അടുത്തയാള്. ആരുടെ ഒരാളുടെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ട്. ആരുടെയാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെ ഒന്ന് മ്യൂട്ട് ചെയ്തേക്കാം അഡ്മിൻസ്. ഗെറ്റ് ന്യൂ ജോബ്, കോൺസെൻട്രേറ്റ് ഇൻ സെയിൽസ്, വെയിറ്റ് ലോസ്, ഓൺലൈൻ ട്രെയിനിങ്, തിങ്ക് ടു സ്റ്റാർട്ട് ഓൺ ബിസിനസ്. എക്സലന്റ്. Get a new job. Then going to change the job, change profession, hate rates, hate changes. അത് മാറ്റണം. hate changes മാറ്റിയിട്ട്
ലവ് ചേഞ്ചസ് ആവണം, പിന്നീട് അത് ലവ് ട്രാൻസ്ഫോർമേഷൻ ആയി മാറും. ഹാബിറ്റ് ചേഞ്ചസ്, ജോയിൻ ഫോർ ന്യൂ കോഴ്സ്, എക്സ്പ്ലോർ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഇൻ ബിസിനസ്. സോറി പറയുന്ന ശീലമാണോ യൂസഫ് സാർ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ. ബിക്കം എ ട്രെയിനർ, നാസർ സാർ എക്സലന്റ്. ലേൺ ന്യൂ ലാംഗ്വേജ്, കൊള്ളാം. ലേൺ ന്യൂ ലാംഗ്വേജ്, ഒരു ചെറിയ ടിപ്പ് ഞാൻ പറയാം കേട്ടോ. ലേൺ ന്യൂ ലാംഗ്വേജ്. കാർട്ടൂൺ കണ്ടാ മതിട്ടാ, കാർട്ടൂൺ. ഞാനിപ്പോ തെലുങ്കും കന്നഡയും കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുക. കാർട്ടൂൺ ഇല്ല, അത് കണ്ടാൽ നമുക്ക് ലാംഗ്വേജ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഏറ്റവും ഈസി ടെക്നിക്കാണ്. കുറെ നാളായിട്ട് ഹാർവേഡിന്റെ മറ്റ് യൂണിവേഴ്സിറ്റികളിലെയൊക്കെ വലിയ ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചു നോക്കി, അതിലൂടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷെ ചെറിയ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന, വളരെ ഈസി ആയി തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു മെത്തഡോളജിയാണ് കാർട്ടൂൺസ് കാണുക. അതേപോലെ കാർട്ടൂൺ ബുക്സ് ഉണ്ടല്ലോ, ആ ബുക്സിന്റെ ഓഡിയോസ് കിട്ടും, ആ ഓഡിയോസ് കേൾക്കുക. സ്റ്റാർട്ടിങ് ഇ-കോമേഴ്സ് ബിസിനസ്, എക്സലന്റ് ട്രെയിനറായി മാറുക, ട്രൈങ് ടു ഇംപ്രസ്. അങ്ങനെ മൈൻഡ് സെറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പറഞ്ഞ പോയിന്റ് ഈസ് വെരി സിമ്പിൾ, ബട്ട് ഇറ്റ്സ് എക്സലന്റ്ലി ആൻഡ് പവർഫുള്ളി ദ ബെസ്റ്റ് സ്ട്രാറ്റജി ടു ഡു. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ മൈൻഡ് സെറ്റില് നെഗറ്റീവ് തോട്ട് പ്രോസസ്സുകളെ പോസിറ്റീവ് ആക്കി മാറ്റുക, പോസിറ്റീവ് തോട്ട് പ്രോസസ്സിനെ നടപ്പിലാക്കാനായി പോസിബിലിറ്റി തിങ്കിങ്ങിലേക്ക് കടക്കുക. ദിസ് ഈസ് സ്റ്റെപ്പ് നമ്പർ 1 ഫോർ ട്രാൻസ്ഫോർമേഷൻ. സ്റ്റെപ്പ് നമ്പർ 1 ഈസ് ഇൻസൈഡ് യുവർ മൈൻഡ്. ഈ മൈൻഡ് ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കും. അതെന്താ പ്രശ്നം ഉണ്ടാക്കണമെന്ന് നമ്മൾ അടുത്തതിൽ പറയാം. അടുത്തതിലാണ് ഈ മൈൻഡ് പ്രശ്നം ഉണ്ടാക്കുന്നത്. മൈൻഡ് പ്രശ്നം ഉണ്ടാക്കുന്ന ഏരിയക്ക് പറയുന്ന പേരാണ് ഡി ആൻഡ് സി. അതെന്താണെന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഡി ആൻഡ് സി. വാട്ട് ഈസ് ഡി ആൻഡ് സി? ഷംനാദ് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ UAE ഡ്രൈവിംഗ് ലൈസൻസ്. ഓൾ ദി ബെസ്റ്റ്. ഡി ആൻഡ് സി എന്തായിരിക്കാം? ട്രാൻസ്ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡി ആൻഡ് സി എവിടെയായിരിക്കാം മാറ്റം ഉണ്ടാക്കുന്നത്? എന്താണ് ഡി, എന്താണ് സി? മുട്ടയടിച്ചിരിക്കണ 2 പിള്ളേർ സെറ്റ് ഉണ്ടല്ലോ അവിടെ, ട്വിൻസ്. അടിക്കട എന്താണ്? എന്താണ് ഡി, എന്താണ് സി? ടൈപ്പ്. ഡിറ്റർമിനേഷൻ, കൺഫ്യൂഷൻ, ഡൗട്ട് ആൻഡ് കൺഫ്യൂഷൻ, ഡെഡിക്കേഷൻ, ഡൈലമ ആൻഡ് കൺഫ്യൂഷൻ, കറേജ്. പോരട്ടെ. ഐ വാണ്ട് ടു ബി എ സിംഗർ. അതാണ് ഡി ആൻഡ് സിയിലെ. ഞാൻ കമ്പ്യൂട്ടറിന്റെ അകത്തോട് അങ്ങോട്ട് ഇറങ്ങി വരും കേട്ടോ. വേറെ ഐ വാണ്ട് ഡിസിഷൻ. എക്സലന്റ്, ദാറ്റ്സ് കറക്റ്റ് ആൻസർ. മുഹമ്മദ് ഇർഫാൻ കറക്റ്റ് ആണ്. ഡിസിഷൻ, എക്സലന്റ്. സി എന്താണെന്നുള്ള പറയണം. സി, വാട്ട് ഈസ് സി? സിയുടെ സിനോണിം ഡി വെച്ച് നിങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ സി എന്താണ്? ഞാൻ സിനോണിം വേണമെങ്കിൽ ഒന്ന് സൂചിപ്പിക്കും. ക്യാൻസലേഷൻ, കോൺഫിഡൻസ്, കറേജ്, ഡിസിപ്ലിൻ, കോൺഫിഡൻസ്, കമ്മിറ്റ്മെന്റ്. എക്സലന്റ് ശ്രീജേഷ്, കറക്റ്റ് ആണ്. അപ്പൊ 2 വ്യക്തികൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഡിസിഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്. The first important area is decision and the second area is commitment. ഈ ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട 2ാമത്തെ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. പലപ്പോഴും ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമുക്ക് തടസ്സം നിൽക്കുന്നത് നമുക്ക് ചുറ്റുവട്ടത്തുള്ള ആളുകളായിരിക്കില്ല. നമ്മുടെ ഇതിൽ ഇപ്പൊ നമ്മുടെ അബ്ദുൾ സമദ്. ഹലോ അബ്ദുൾ സമദ്, ഉറങ്ങിയോ? അബ്ദുൾ സമദ് ഇല്ലല്ലോ, ഉറക്കമൊന്നുമില്ല. അപ്പൊ അബ്ദുൾ സമദ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഒരിക്കലും നമ്മുടെ ഷെഫിയോ അല്ലെങ്കിൽ അബ്ദുൽ ജലീലോ അതല്ലെങ്കിൽ നൌഷാദോ അല്ലെങ്കിൽ ഷഹീദോ ഷംനാദോ നന്ദിമോ അല്ല തടസ്സം. അദ്ദേഹത്തിന് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഏറ്റവും വലിയ തടസ്സം എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നുള്ള പ്രശ്നമാണ്. ഇന്നർ നെഗറ്റീവ് വോയിസ്. ഉള്ളിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വോയിസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പാസ്റ്റ് എക്സ്പീരിയൻസ്, പാസ്റ്റ് ഇവന്റ്, പാസ്റ്റ് വിഷമങ്ങള്, പാസ്റ്റ് സാഡ്നെസ്, പാസ്റ്റ് ബിറ്റർ എക്സ്പീരിയൻസ്, ഇതെല്ലാം കൂടെ ഇന്നർ വോയിസ് ആയിട്ട് അകത്തുനിന്ന് പുറത്തേക്ക് പറയാണ്, എടവ് നീ അത് ചെയ്യണ്ട, ചെയ്താ പണിയാകും. എടവ് നീ ആ തീരുമാനം എടുക്കണ്ട, നിന്നെ കൊണ്ട് അതിന് കൊള്ളൂല്ല. ഇത് പറയണ വേറെ ആരുമല്ല, അവനവന്റെ ഉള്ളിൽ നിന്നാ. ഫ്രം ഇൻസൈഡ്, ഫ്രം വിതിൻ. അപ്പൊ വിതിൻ പറയണ, അകത്തുനിന്ന് പറയണ സാധനങ്ങൾ, ഈ സാധനങ്ങളെ കട്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാവും. എങ്കിലും നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എക്സസൈസ് ചെയ്യണം എന്ന് പറയുമ്പോൾ മനസ്സുള്ളിനുള്ളിൽ പറയും, എടാ എക്സസൈസ് എങ്ങനെയാണ് നടക്കണത്? രാവിലെ നീ എണീക്കത്തില്ലല്ലോ, രാവിലെ എണീക്കാണ്ട് എങ്ങനെ എക്സസൈസ് ചെയ്യും? ഉള്ളിൽ നിന്ന് ആദ്യത്തെ ഡയലോഗ് പൊട്ടി. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ച് വേണ്ട, എക്സർസൈസ് വേണ്ട. അനീസാർ നല്ലൊരു ചിരി ഇരിക്കണു. സത്യമായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അനുഭവമാണ് ഇത്. അപ്പൊ ഈ പറഞ്ഞ പോലെ, പറഞ്ഞ പോയിന്റ് ഇസ് ജസ്റ്റ് ജോക്കിംഗ്. നമ്മൾ പറഞ്ഞ പോലെ ഡിസിഷൻ എടുക്കുക അല്ലെങ്കിൽ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ചലഞ്ചിങ് തിങ് ഫോർ എവറി ഹ്യൂമൻ ബീങ്. എല്ലാ മനുഷ്യർക്കും ഏറ്റവും ഡിഫിക്കൽട്ടാണ്. പക്ഷെ ട്രാൻസ്ഫോർമേഷൻ മൾട്ടിപ്ലൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് തയ്യാറായി പറ്റൂ സുഹൃത്തുക്കളെ, വേറെ നിവൃത്തിയൊന്നുമില്ല. യു ഹാവ് ടു ബി റെഡി ഫോർ ദാറ്റ്, ടു ടേക്ക് ബോൾഡ് ഡിസിഷൻസ്. നോട്ട് ഓൺലി ടു ടേക്ക് ഡിസിഷൻസ് ബട്ട് ടു സ്റ്റിക്ക് ടു ദാറ്റ്. ദാറ്റ് ഇസ് കമ്മിറ്റ്മെന്റ്. അപ്പൊ കമ്മിറ്റ്മെന്റ് എടുക്കാനായി ഇങ്ങനെ പോകുമ്പോൾ എവിടെയൊക്കെയാണ് ഡിസിഷൻ എടുക്കേണ്ടത്? നമ്പർ 1,
ഫിസിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ നമ്മൾ ഡിസിഷൻ എടുക്കണം. കാര്യം ചുവരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്നുള്ള കവിവചനം പോലെ ആ ചുവര് നിലനിർത്താൻ പറ്റണം. ചുവരിപ്പൊ ഞാനിപ്പോ ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, എന്റെ വയറെല്ലാം കൂടെ ചാടി, ഞാൻ നിറച്ച് ഭക്ഷണം കഴിച്ച് കഴുത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് എനിക്ക് വായിക്കുന്ന ശബ്ദം വന്നില്ലേ, എങ്ങനെ പറയൂ ഇതൊക്കെ? തലച്ചോറ് കുറെ ബുദ്ധി ഉണ്ടാക്കി വെച്ചു, കുറെ പഠിച്ചു, കുറെ പ്രാക്ടീസ് ചെയ്തു, കുറെ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാക്കി. പക്ഷെ ഇതെല്ലാം കൂടെ വെറുത്ത് വന്നു. എന്റേതായ തെറ്റുണ്ട് കേട്ടോ. അസുഖം വന്നിട്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. ദാറ്റ്സ് നോട്ട് എ മിസ്റ്റേക്ക്. അത് 99.9 കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യം. അല്ലാത്ത പക്ഷം ഞാൻ നിറച്ചിരുന്ന് വെറുതെ ഇരുന്ന് കഴിച്ച് ശരീരത്തിന് എക്സസൈസും കൊടുക്കുക, ശരീരം കേടാക്കി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിയാൽ യു cannot become a transformation multiplier. You will not become that. അപ്പൊ മാറ്റം വേണമെങ്കിൽ ഫിസിക്കലി എന്ത് ചേഞ്ച് വേണമെന്ന് തീരുമാനം എടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യണം. സത്യസന്ധമായിട്ട് പറയണം, എനിക്ക് എക്സസൈസ് ചെയ്യുന്നതോട് അത്ര വലിയ താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? കൃഷി. ഇവിടെ പറമ്പുണ്ട്, പറമ്പിൽ അത്യാവശ്യം കാര്യങ്ങൾ നട്ടുപിടിപ്പിക്കും, കിളയ്ക്കും, ചെറിയൊരു മീൻകുളം ഉണ്ട്, അതിന് കുഴിയെടുത്തതും ബാക്കി കാര്യങ്ങൾ അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യും. വീട്ടിലുള്ള കണ്ടി വന്നിരുന്നെങ്കിൽ പുഷപ്പ് അടിച്ചാണ്. അപ്പോ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. അത് എന്ത് നിങ്ങൾ ചെയ്യുന്നു, നടക്കാൻ പോകണം, ഓടാൻ പോവാ, നീന്താൻ പോവാ. ഇനി മുറിക്കാത്ത എന്തെങ്കിലും എക്സസൈസ് ആണ്, എക്സസൈസ് ചെയ്യുക. വാട്ട് യു ക്യാൻ ഡു ഇറ്റ്, വാട്ട് യു കാൻ ഡു ഇഗ്നോർ ഇറ്റ്. എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് ഓർത്ത് ചിന്തിക്കണ്ട, എന്ത് ചെയ്യാമോ അതങ്ങോട്ട് ചെയ്യുക. സോ ഫിസിക്കൽ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കണം. എനിക്കിപ്പോ നിങ്ങൾ ടൈപ്പ് ചെയ്ത് തരേണ്ടത് നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ഫിസിക്കലായ ഒരു ഡിസിഷൻ ആയിരിക്കണം. ഇത് പറയണ വാക്കിന് വിലയുള്ളവനാണെങ്കിൽ ഇത് ഇന്ന് തൊട്ട് ചെയ്യാൻ വേണം. ഫിസിക്കലായി നിങ്ങൾ എടുക്കാവുന്ന ഡിസിഷൻ, വാട്ട് ഈസ് ദാറ്റ് ഡിസിഷൻ? പ്ലീസ് ടൈപ്പ്. എക്സസൈസ് ചെയ്യുമെന്നാണ് ഷംനാഥ് എഴുതിയിരിക്കുന്നത്. വെരി ഗുഡ്. എക്സസൈസ് എന്ന് പറയുമ്പോൾ അതിൽ പല കള്ളത്തരങ്ങളും വരാം. ഇതുപോലെ നമ്പർ ഇട്. 5000 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എത്ര പുഷപ്പ്, എത്ര സിറ്റപ്സ്, നമ്പർ ഇട്. ഡെയിലി എക്സസൈസ് പോരാ, അത് നടപ്പിലാവില്ല. വാക്കിംഗ് പോരാ, എത്ര കിലോമീറ്റർ നടക്കും, നമ്പർ ഇട്. വേക്കപ്പ് at 3:30 AM. വെരി ഗുഡ്. എന്നിട്ട് എന്ത് ചെയ്യും? ചോദ്യമാണ് കേട്ടോ. 55 പുഷപ്സ്. മുസ്തഫങ്ങൾ പുലിയാണല്ലോ. 1 hour എക്സസൈസ് വീക്ക്ലി 5 days. ഓക്കെ, 2 ദിവസം റെസ്റ്റ്, കുഴപ്പമില്ല. പ്ലേയിങ് ഫുട്ബോൾ, എക്സലന്റ്. ഇപ്പൊ ഫുട്ബോൾ കളിച്ചാൽ പോലീസ് വിളിച്ചോണ്ടോ, സൂക്ഷിച്ചോണം. 4 km വാക്കിംഗ്, 4 കിലോമീറ്റർ നടക്കുക. ഡു റെഗുലർ എക്സസൈസ് 30 minutes in gym. സൈക്ലിംഗ് 2 kilometers. സ്റ്റെയർ കേസ് 20 times. യോഗ ഏത് യോഗ? യോഗയിൽ ഏത് ആസനം, എത്ര നേരം? വീക്ക്ലി 6 days 20 minutes എക്സസൈസ്. പ്ലേയിങ് ക്രിക്കറ്റ്, വർക്ക്ഔട്ട് 1 hour ഡെയിലി. ക്രിക്കറ്റ് കളിക്കാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ. വീട്ടിൽ തെങ്ങിന്റെ ഓലയിലേക്ക് ഒരു കയർ കെട്ടി താഴെ ഒരു ബോൾ കെട്ടി തൂക്കിയിട്ട് ഒരു വടി പിടിച്ചിട്ട് അടിച്ചടിച്ച് കറക്റ്റ് ആയിട്ട് ഫോക്കസ് കൂട്ടുക. 5 hour ഫോക്കസിംഗ് ഇൻ ജോബ്. 4000 steps. ഓക്കെ. ഈറ്റ് ഓൺ ടൈം. ഓൺ ടൈം ഏതൊക്കെ ടൈമാണ്? രാവിലെ എത്ര മണിക്ക്, ഉച്ചയ്ക്ക് എത്ര മണിക്ക്, വൈകുന്നേരം എത്ര മണിക്ക്, അത് കൃത്യമായിട്ട് 5 kilometers റൺസ്. ഓക്കെ, ഓടുന്ന കാര്യമാണ്. വിൽ നോട്ട് യൂസ് എസ്കലേറ്റർ. എക്സലന്റ്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാം. വേക്കപ്പ് at 5 AM. 45 minutes ജോഗിങ്. ഏർലി മോർണിംഗ്. ഇതിലുള്ള ആൾക്കാരൊക്കെ നല്ല മനുഷ്യരാണല്ലോ. എന്റെ സെഷന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. 1 hour പ്ലേ ബാഡ്മിന്റൺ. മിടുമിടുക്കന്മാരും മിടുമിടുക്കുകളായിട്ടുള്ള ആൾക്കാരാണല്ലോ ഈ ബാച്ചിൽ മുഴുവൻ. നിങ്ങൾക്കാർക്ക് സെഷൻ എന്ത് ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഓക്കെ, 1 hour പ്ലേ ബാഡ്മിന്റൺ. എക്സലന്റ്. അപ്പൊ എനിവേ ഈ ഇപ്പൊ എടുത്ത ഡിസിഷൻസ്, ആ ഡിസിഷൻസ് സ്റ്റിക്ക് ഓൺ ചെയ്യൂ പ്ലീസ്. കാര്യം ആ ഹെൽത്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള ആ ഡിസിഷൻസിനെ സ്റ്റിക്ക് ഓൺ ചെയ്യും. അപ്പൊ നമ്പർ 1 ഈസ് ഫിസിക്കൽ. നമ്പർ 2 മെന്റൽ, മാനസികമായി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. അടിപൊളി, നൈസായിട്ട് അവിടെ നിന്ന് ഡയലോഗ്. വി ആർ സെൽഫ് മാസ്റ്റേഴ്സ്. കൊള്ളാം, തളാണെങ്കിലും സംഭവം കൊള്ളാം. ഓക്കെ, അപ്പോ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ കപ്പാസിറ്റി അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യുക. ഡെവലപ്പ് ചെയ്തതിനു ശേഷം കൃത്യമായ രീതിയിൽ നമ്മൾ ആ ഹെൽത്ത് ഏരിയ ഫോക്കസ് ചെയ്യുക. ഹെൽത്ത് ഏരിയ ഫോക്കസ് ചെയ്യാൻ മാത്രം പോരാ, ഒപ്പം മനസ്സിന് വേണ്ട സാധനങ്ങൾ കൊടുക്കണം. ഒന്ന് ആലോചിക്കും, നിങ്ങൾ നല്ല ജിം ബോഡി, ഉഗ്രം ബോഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു കാര്യം വരുന്ന സമയത്ത് അവിടെ നിങ്ങൾ നിഷ്കളങ്കമായി കരയുന്ന ഒരു സീൻ ആലോചിച്ച് നോക്കി. ബസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നല്ല മസിലൊക്കെ ഉള്ള ഒരാൾ ഇരുന്ന് കരയണ അവസ്ഥ ആലോചിച്ചു. അത് ജമാൽ സാറിനെ പോലും ചിരിപ്പിക്കുന്ന കാര്യമാണ് അല്ലെ. നല്ല ജിമ്മൊക്കെ ആയിട്ടുള്ള ഒരാള് മസിലൊക്കെ പെരുപ്പിച്ച് ബസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ എന്തിരിക്കും അവസ്ഥ. അപ്പൊ മെന്റൽ സ്ട്രെങ്ത് വേണം ആളുകൾക്ക്. നമ്മുടെ ലൈഫിൽ ബസ് കിട്ടായ്മയൊന്നുമല്ല, വേറെ 100 കണക്കിന് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും, 100 കണക്കിന് വെല്ലുവിളികൾ വരും. ആ വെല്ലുവിളികൾ വരുന്ന സമയത്ത് ചങ്കൂറ്റത്തോടുകൂടി നേരിട്ട് മുൻപോട്ട് പോകാൻ മൈൻഡിന് സ്ട്രെങ്ത് വേണം. അപ്പൊ ആ സ്ട്രെങ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മൈൻഡിന് വേണ്ട ആക്ടിവിറ്റീസും ഡിസിഷൻ എടുക്കുക, തീരുമാനം എടുക്കുക. അതേപോലെ ഇമോഷണൽ ആയിട്ടുള്ളത്, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് സന്തോഷം വരിക, ഇതൊക്കെ നമുക്ക് അപകടമായി മാറും. ഒരു 35-40 വയസ്സ് വരെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് എല്ലാ മനുഷ്യരും. എന്നിരുന്നാൽ തന്നെ അതിൽ നമുക്ക് മാറ്റം വരുത്താനുള്ള തീരുമാനമെടുത്ത് ആക്ഷൻ എടുത്തു തുടങ്ങുക. പ്രായോഗികമായ കാര്യങ്ങൾ ഞാനിതിൽ സംസാരിക്കുന്നുള്ളൂ.
പ്രായോഗികമല്ലാത്ത ഒരു കാര്യവും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? തയ്യാറെടുക്കുക. അപ്പൊ ആ കാര്യങ്ങൾക്ക് തയ്യാറെടുക്കുക. ആദ്യം പറഞ്ഞ ഹെൽത്ത് കാര്യം നമുക്ക് ചെയ്യാവുന്നതാണ് എല്ലാ വ്യക്തികളും. മെന്റൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വൈകാരികമായ കാര്യങ്ങളെ നമുക്ക് പതുക്കെ പതുക്കെ കൺട്രോൾ ചെയ്തെടുക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്റലക്ച്വൽ ബുദ്ധിപരമായ വളർച്ചയ്ക്ക് വേണ്ടി കൂടി നമ്മൾ സമയത്തെ ഉപയോഗിച്ചേ മതിയാവൂ. അത്തരത്തിൽ നമ്മൾ ഈ 4 ലെവൽസിൽ ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ 4 ലെവൽസിലും തീരുമാനങ്ങൾ എടുക്കുക, ഡിസിഷൻസ് എടുക്കുക. എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഷാഹുൽ ഹമീദ് സാർ എഴുതിയെടുക്കുകയാണെന്ന് തോന്നുന്നു. ആണെങ്കിൽ ഒന്ന് കൈപൊക്കി കാണിക്കുക. ഷാഹുൽ ഹമീദ് സാർ എഴുതിയെടുക്കുകയാണെങ്കിൽ വെരി ഗുഡ് സാർ, എക്സലന്റ്. അപ്പോ അത്തരത്തിൽ അത് എഴുതിയെടുത്ത് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാകുന്നതിന്റെ ഗുണം എന്താണെന്നുള്ളത് ഞാൻ അവസാനം പറയും. അത് ആദ്യം പറയില്ല, അവസാനം പറയുള്ളൂ. അത് എഴുതിയെടുക്കുന്നതുകൊണ്ട് ചില ആൾക്കാർക്ക് ചില പ്രത്യേക അഡ്വാൻറ്റേജ് ഉണ്ട്, അതെന്നാൽ ലാസ്റ്റ് പറയും. ഇനി ഇത്തരത്തില് ഈ ഒരു പ്രോസസ്സ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, തീരുമാനമെടുക്കുന്ന പ്രോസസ്സ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് കൺഫ്യൂഷൻ ആയിരിക്കും. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരു കാര്യം വരും, ചോദ്യം വരുമ്പോൾ, നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് ക്ലാരിറ്റി ആയിരിക്കില്ല, കൺഫ്യൂഷൻ ആയിരിക്കും. കൺഫ്യൂഷൻ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ടാവും. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. ഈ 3 കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായും ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. ട്രാൻസ്ഫർമേഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്റെ ജീവിതത്തിൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കണം തീരുമാനിച്ച്, എനിക്ക് പറക്കണം തീരുമാനിച്ചിട്ട് ഈ സ്റ്റേജിൽ നിന്നും ഇതിന്റെ പുറത്തിറങ്ങാൻ തയ്യാറായില്ലെങ്കിൽ, ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് പുറത്തിറങ്ങാൻ തയ്യാറായില്ലെങ്കിൽ, ഇവിടെ നിന്ന് ഇത് പൊട്ടിച്ച് ഇങ്ങോട്ട് ഇറങ്ങാൻ തയ്യാറായില്ലെങ്കിൽ അതിനകത്ത് കിടന്ന് മരിക്കുക. ഇറ്റ്സ് എ പ്രോസസ്, ഇറ്റ്സ് എ ചെയിൻ. അപ്പൊ അത് പൊട്ടിച്ച് പുറത്തേക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നമ്മുടെ കൺഫ്യൂഷനുകളെ മാറ്റി അവിടെ ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സഹീദ് സാറെ ശരിയല്ലേ? സഹീദ് കണ്ടത്തിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവണ്ടേ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ? അല്ലാതെ നമുക്ക് ട്രാൻസ്ഫർമേഷൻ മൾട്ടിപ്ലൈ ചെയ്യാൻ വല്ലതും പറ്റുമോ? പറ്റൂല. അപ്പൊ യു ഹാവ് ടു ബി ക്ലിയർ ഇൻ യുവർ ഡിസിഷൻസ്. അപ്പൊ ഡിസിഷൻ ക്ലിയർ ആവണമെങ്കിൽ ആദ്യം എന്ത് വേണം? നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് വോയിസിനെ ആദ്യം നിർത്താൻ നിന്റെ വായാന്ന് പറഞ്ഞാൽ അവരെ വാടപ്പിക്കാൻ പറ്റും. പണ്ട് കാലത്ത് ഞാൻ അങ്ങനെ എളുപ്പം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ശരിയാടാ. പുള്ളി ഞാൻ ചെറിയ ഉദാഹരണം പറയാം, ഒരു സിറ്റുവേഷൻ പറയാം. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയാണ്, ഇപ്പൊ നവീനാണ്, നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിച്ചേക്കുക. എന്നിട്ട് മിസ്റ്റർ നവീൻ ഇങ്ങനെ ചെയ്യടാ എന്ന് ഞാൻ എന്നോട് പറയാം. ഉടനെ എന്റെ ഉള്ളിലുള്ള ഞാൻ അല്ലെങ്കിൽ ഉള്ളിലുള്ള നെഗറ്റീവ് വോയിസ് എന്നോട് പറയാം, എടാ നവീനെ നീ അത് ചെയ്യണ്ടാട്ടാ, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കേട്ടാ, എടാ അതൊക്കെ ഒത്തിരി കഴിവുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ, അതിനൊക്കെ മിനിമം 100-200 പേര് കൂടെ ഉണ്ടെങ്കിലല്ലേ നടക്കുള്ളൂ, നീ അത് ചെയ്യണ്ടാ എന്ന് ഉള്ളിൽ നിന്ന് വാക്കുകൾ വന്നാൽ ഉടനെ ഞാൻ തിരിച്ചു പറയണം, നീ ആരാടാ ഇത് പറയാൻ? പണ്ട് ഞാൻ ചെയ്തപ്പോ തോറ്റിട്ടുണ്ട്, ശരിയാ, അന്ന് തോറ്റെടുത്തത് ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം ഇപ്പൊ ചെയ്യാൻ എന്ന് സ്വയം ഉള്ളിലുള്ള ആളെ വ്യത്യസ്തമായ ഒരു വ്യക്തിയായി കണ്ട് പറഞ്ഞ് മിണ്ടാണ്ടിരുത്താൻ പഠിച്ചാൽ ഡിസിഷൻ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഇറ്റ്സ് എ എഫക്റ്റീവ് ടെക്നിക്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വോയിസിനോട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കും, പറഞ്ഞില്ലെങ്കിൽ അവൻ മിണ്ടിക്കൊണ്ടേയിരിക്കും. അപ്പോ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യണം, നെഗറ്റീവ് വോയിസ് ബി സൈലന്റ്, NBS എന്ന് അടിച്ചാൽ മതി. NBS, നെഗറ്റീവ് വോയിസ് ബി സൈലന്റ്. നെഗറ്റീവ് വോയിസ് മിണ്ടാണ്ടിരിക്കണം. NBS, നമ്പർ ഓഫ് NBS പറഞ്ഞ NBS, എക്സലന്റ്. NBS, നെഗറ്റീവ് വോയിസ് മിണ്ടാണ്ടിരിക്കടാ, എനിക്കറിയാം കാര്യങ്ങൾ ചെയ്യാൻ, പണ്ട് ഞാൻ തോറ്റുപോയിട്ടുണ്ടോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ എനിക്കറിയാം എന്തുകൊണ്ടാണ് ഞാൻ തോറ്റാന്ന്, അത് ക്ലിയർ ഞാൻ ചെയ്യടാ, ഞാൻ ജയിക്കടാ, ക്ലിയർ ആടാ, എനിക്ക് എങ്ങനെ പോകണ്ടെന്ന് അറിയാടാ കൃത്യമായിട്ട് എന്ന് അതിനോട് പറയുക. NBS, എക്സലന്റ്. അപ്പൊ അത്തരത്തിൽ നെഗറ്റീവ് വോയിസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഡിസിഷൻ എടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് പലപ്പോഴും പല വ്യക്തികൾക്കും ലൈഫിൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ സർവൈവ് ചെയ്ത് അവർ മുന്നോട്ട് പോകേണ്ടി വരുന്നത്. കാരണം അവർക്ക് നല്ല തീരുമാനങ്ങൾ അവരുടെ മനസ്സിൽ വരും. അവർ നമ്മളെ പോലെ തന്നെ മിടുക്കരായ വ്യക്തികൾ തന്നെയാണ്. പക്ഷെ ആ കാര്യം അവർ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിലെ നെഗറ്റീവ് വോയിസ് എടാ ചെയ്യണ്ടാ, നിന്നെ കൊള്ളൂലടാന്ന് പറഞ്ഞ് പഠിപ്പിക്കും. എന്റെയൊക്കെ പണി എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ നെഗറ്റീവ് വോയിസ് പറയുന്ന ആൾക്കാരെയൊക്കെ വട്ടത്തിൽ വിളിച്ചിരുത്തി ഒരു 10-40 പേര് ഇരുത്തി അവരുടെ ഉള്ളിലുള്ള നെഗറ്റീവ് വോയിസിന് മിണ്ടാണ്ടിരിക്കാൻ പറയുക, അവരുടെ കാര്യത്തിൽ എന്നാൽ തിരിച്ചറിയിക്കുക. അതാണ് എന്റെ പണി, എന്റെ ജീവിത ലക്ഷ്യം അത് തന്നെയാണ്. അതിനുവേണ്ടിയാണ് ഓരോ ദിവസം രാവിലെ എണീക്കുന്നത്. ഇന്ന് ആരുടെ അകത്തെ നെഗറ്റീവ് വോയിസിനെ മിണ്ടാണ്ടിരുത്താം, ആരുടെ അകത്തെ പോസിറ്റീവ് വോയിസിനെ കൊണ്ട് വർത്താനം പറയിപ്പിക്കാം, അതിനാണ് ഓരോ ദിവസം എണീക്കുന്നത്. ഇന്നിപ്പോ വളരെ സന്തോഷമുണ്ട് സെൽഫ് മാസ്റ്റേഴ്സിൽ ഇത്ര ആൾക്കാരോടൊപ്പം സംസാരിക്കാൻ കഴിഞ്ഞത്. നമ്മൾ എത്ര പേരുണ്ട്? 130 പേരുണ്ട് നമുക്ക് കൂട്ടാം ആവറേജ്. ഗ്രേറ്റ്. എനിവേ, ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുക, ആ തീരുമാനങ്ങളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കമ്മിറ്റ്മെന്റ് ആണ്. ഒരു കാര്യം തീരുമാനിച്ചാൽ ചെയ്യുക എന്നുള്ളത് കമ്മിറ്റ്മെന്റ് ആണ്. ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. NBS മീൻസ് നെഗറ്റീവ് വോയിസ് ബി സൈലൻസ്. അതാണ് NBS. നെഗറ്റീവ് വോയിസ് NBE ആണ്, ബി സൈലന്റ് ആണ് S. ഓക്കെ, NBS. അപ്പോ
നമ്മൾ ഡിസിഷൻ ആൻഡ് ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് ഫസ്റ്റ് പോയിന്റ് എന്താ, എവിടെ മാറ്റം വരുത്തുന്നത് ടൈപ്പ് ചെയ്യൂ. ഫസ്റ്റ് പോയിന്റ് എന്താ, ആദ്യം മാറ്റം വരുത്തേണ്ടത് എവിടെയാ? ട്രാൻസ്ഫോർമേഷൻ വേണ്ട വ്യക്തി ആദ്യം മാറ്റം വരുത്തുന്നത് താങ്ക്സിലാണോ ഫാത്തിമത്ത്? അല്ല, മൈൻഡ് സെറ്റ്. ഓക്കെ, നേരത്തെ തന്നെ താങ്ക്സ് ആണ്. ഓക്കെ, മൈൻഡ് സെറ്റ്. മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ രണ്ടാമത് മാറ്റം വരുത്തുന്നത് എവിടെയാ? രണ്ടാമത് മാറ്റം വരുത്തുന്നത് DC, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കമ്മിറ്റ്മെന്റ്. എക്സലന്റ്. ഈ രണ്ട് കാര്യങ്ങൾ മാറ്റം വരുത്തിയാൽ മൂന്നാമത് മാറ്റം വരുത്തേണ്ട ഏരിയയാണ് എല്ലാവർക്കും അങ്ങനെ പെടപെട്ടാന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യം. ചടപെടാൻ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് മൂന്നാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യത്തിന് പറയുന്ന പേരാണ് ആക്ഷൻ. ഇതാണ് ആക്ഷൻ. അപ്പോ ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞു ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്, അത് ചെയ്യാൻ പോവാന്ന്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ എണീറ്റ് നിങ്ങൾ ചെയ്യുക. ഓൺലൈൻ ലേണിംഗ് ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഒരു പേപ്പറും പെൻ എടുക്കുക. ഓൺലൈൻ ലേണിംഗിന്റെ ഇത്ര കോഴ്സുകൾ ഞാൻ ചെയ്യും എന്ന് തീരുമാനിക്കാം. അതല്ല, പുഷപ്പ് 45 എണ്ണമാണ് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ മൊബൈൽ ഫോൺ അവിടെ വെച്ചിട്ട് ഒരു 2 പുഷപ്പ് അടിക്കുക, തിരിച്ചു വരിക. നിങ്ങൾ എന്താണോ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്, എന്താണോ നിങ്ങളുടെ ഡിസിഷൻ, ആ ഡിസിഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വാക്കിംഗ് ആണ്. അവിടെ ആനക്കര എണീറ്റ് നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതില് എന്താണ് ഡിസിഷൻ എടുത്തിരിക്കുന്നത്, ആ ഡിസിഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചെയ്യുക, തിരിച്ചിരിക്കുക. നിങ്ങൾക്ക് 45 സെക്കൻഡ്സ് ഉണ്ട്. പ്ലീസ് ഡു ദാറ്റ് ആൻഡ് റെഡ്മി എന്ന് എഴുതി വെച്ചിരിക്കുന്ന സാർ അവിടെ ജനലിലെ കമ്പി ഉളക്കിയാണല്ലോ. അല്ലല്ല, എക്സസൈസ് ചെയ്യാണ്. ഓക്കെ, ചില ആളുകൾ ബുദ്ധിപരമായി കസേര മാത്രം കാണിച്ച് എവിടെ പോയി എന്ത് ചെയ്തു എന്ന് കാണിക്കാതിരിച്ചിരിക്കുന്നുണ്ട്. MD റഫീഖ് സാർ, ഓക്കെ, എക്സസൈസ് ആയിരുന്നു. ഓക്കെ, ഫൈൻ. ആർഫ ഇപ്പോഴേ ശീർഷാസനത്തിലാണോ, തലതിരിഞ്ഞാണല്ലോ കാണുന്നത്? ഓക്കെ, yes, did. Excellent. Last 15 seconds. 15, 10 seconds. അബ്ദുൽ ജലീൽ സാർ ആ വഴിക്ക് പോരുത്, സാർ തിരിച്ചു വരണം. ജാഫർ സാർ തിരിച്ചു വരേണ്ടതാണ്. ലാസ്റ്റ് 3 seconds. 25 steps done. 5000 steps. അപ്പൊ രാത്രി കിടക്കുന്നതിന് മുമ്പ് ബാക്കിയുടെ എടുത്തണം കേട്ടോ, ബാക്കിയുടെ നടന്നേക്കണം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം. ഞാനൊരു ചെറിയ ചോദ്യം നിങ്ങളോട് ചോദിക്കാം, അതിന്റെ ഉത്തരം യെസ് അല്ലെങ്കിൽ നോ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങളുടെ മനസ്സിൽ മഹത്തായ ആശയങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ലേ? നിങ്ങളുടെ മനസ്സിൽ മഹത്തായ ആശയങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ലയോ? കഴിഞ്ഞൊരു 10 വർഷത്തിനിടയ്ക്ക് നിങ്ങളുടെ മനസ്സിൽ മഹത്തായ ആശയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എക്സലന്റ്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് മഹത്തായ കാര്യങ്ങൾ അന്ന് ആലോചിച്ച കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ഇന്ന് വിഷമിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അന്ന് വന്ന മഹത്തായ ആശയം അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നു എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ് ഉത്തരം. അന്ന് വന്ന ആ മഹത്തായ ആക്ഷന്റെ പുറത്ത് നിങ്ങൾ ആക്ഷൻ എടുത്തില്ല. യു ഡിഡന്റ് ടേക്ക് ആക്ഷൻ ഓൺ ദാറ്റ്. ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ആ മഹത്തായ ആശയം ഇപ്പോൾ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയി മാറിയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മഹത്വചനുണ്ട്, സക്സസ്ഫുൾ പീപ്പിൾ ലോഞ്ച് ദെയർ ആക്ഷൻസ് ആൻഡ് അൺസക്സസ്ഫുൾ പീപ്പിൾ തിങ്ക് ഓഫ് ദെയർ ആക്ഷൻസ്. വിജയിച്ച ആളുകൾ അവരുടെ ആശയങ്ങളെ പ്രവർത്തിക്കുമ്പോൾ, ആശയങ്ങളെ നടപ്പിൽ വരുത്തുമ്പോൾ, ആശയങ്ങളെ ആക്ഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ, പരാജയപ്പെടുന്ന ആളുകൾ ആശയങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, ചിന്തിച്ചാൽ ഒരു കുന്തവും ഇല്ല എന്ന് പറഞ്ഞതുപോലെ ചിന്തിച്ചിരുന്ന സമയം മുഴുവൻ കളയും. 10 വർഷം കഴിയുമ്പോ ചിന്തിക്കും, ചേടാ അന്ന് നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണല്ലോ എന്റെ കയ്യിൽ വന്നത്, ഞാൻ നശിപ്പിച്ച് കളഞ്ഞില്ലേ. ഈ കൊറോണ സമയത്ത് നിങ്ങളുടെ കയ്യിൽ കിടിലൻ ആശയങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ട്, എടുക്ക ആക്ഷൻ, എന്നിട്ട് പെട്ടക്കേ. ഇല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോ ചിന്തിക്കും, ചേടാ അന്ന് കൊറോണ സമയത്ത് അത് ചെയ്യേണ്ടതായിരുന്നല്ലോ. സോ പ്ലീസ് ടേക്ക് ആക്ഷൻ. മൾട്ടിപ്ലയർ ട്രാൻസ്ഫർമേഷനെ മൾട്ടിപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ പ്ലീസ് ടേക്ക് ആക്ഷൻ ഓൺ യുവർ ഡിസിഷൻ. എക്സലന്റ് വേ ടു ട്രാൻസ്ഫോർമേഷൻ. സോ ഈ ഒരു തീരുമാനം എടുക്കുന്ന പുറത്ത് ആക്ഷൻ എടുക്കുക. കാരണം ആക്ഷൻ എടുക്കുന്ന വഴി നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നു. 2337 അദ്ദേഹം ഡോക്ടറാണോ നേഴ്സാണോ എന്താണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്? 2337 ഹലോ 2337 ഡോക്ടറാന്ന് തോന്നുന്നു.
ഡോക്ടർ സാർ അല്ലേ? സാറോട് ഓക്കിലാന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ അദ്ദേഹം 2337 എന്ന വ്യക്തി, അദ്ദേഹം ഇപ്പോൾ ആ കൊറോണ സമയത്ത് നമ്മൾ ക്ലാസ്സിൽ വീടുകളിൽ ഇരുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തി അവിടെ ചെയ്യുന്നുണ്ട്, ഒപ്പം അദ്ദേഹം ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പൊ ചെയ്യുന്ന ആക്ഷൻ അദ്ദേഹത്തിന് രാത്രി കിടക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ തരും, ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും. ഇപ്പോ ഷാഹുൽ ഹമീദ് സാർ ഈ സെഷൻ വെറുതെ കേട്ടിരിക്കുകയല്ല, അദ്ദേഹം പറയുന്ന നോട്ട് ചെയ്ത് എഴുതി വെക്കുകയാണ്. ആ എടുക്കുന്ന ആക്ഷന് കുറച്ച് ദിവസം കഴിയുമ്പോൾ പ്രയോജനം ലഭിക്കും. യു വിൽ ഫീൽ സാറ്റിസ്ഫൈഡ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെറുതെ കേട്ടുവിടാതെ എനിക്ക് നാളെ തൊട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം തീരുമാനിച്ച ആൾക്കാർക്ക് യു വിൽ ഗെറ്റ് സാറ്റിസ്ഫാക്ഷൻ. വെറുതെ ഒരു TV ഷോ കാണുന്ന പോലെ കണ്ടിരിക്കുന്നവർക്ക് യു വിൽ നോട്ട് ഗെറ്റ് 100% ബെനിഫിറ്റ് ഔട്ട് ഓഫ് ദിസ്, ഈവൻ ദോ യു വിൽ ഗെറ്റ് എ ഗ്ലോറിഫൈഡ് സാറ്റിസ്ഫാക്ഷൻ ഓർ എ ഫ്ലെയർലി സാറ്റിസ്ഫാക്ഷൻ, ഒരു ഉപരിപ്ലവമായ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ബട്ട് യു വിൽ നോട്ട് ഗെറ്റ് ഫ്രം ദ ബേസ്. സോ ടു ഗെറ്റ് such a satisfaction, take action. Number 2, to get clarity. ഇപ്പൊ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു വീഡിയോ, ഇപ്പൊ ഞാൻ നിങ്ങൾ എടുത്ത് സെഷൻ എടുക്കുന്നുണ്ട്. ഇപ്പൊ എത്രാമത്തെ സെഷൻ ആയിരിക്കും ഒന്ന് ഗസ് ചെയ്യോ? ഈ കൊറോണ കാലഘട്ടത്തിൽ എത്രാമത്തെ സെഷൻ ആയിരിക്കും? എത്രാമത്തെ ഒന്ന് ഗസ് ചെയ്യോ വെറുതെ? വാട്ട് വാസ് ദ ബിഗസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് യുവർ ലൈഫ് സർ? നിങ്ങളൊക്കെ തന്നെ, നിങ്ങൾ ഉണ്ടാകുന്ന മാറ്റം കണ്ടിട്ടാണ് എനിക്ക് ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്. ഞാൻ ഇനി മാറണമെന്ന് മനസ്സിലാക്കി. ഓരോ വ്യക്തി 14ാമത്തെ സെഷൻ കറക്റ്റ് ആണല്ലോ. സൈൽ സർ 100, ഇച്ചിരി കടന്നുപോയി, കുഴപ്പമില്ല. ജുനൈദ് 36, ഓക്കെ പോരട്ടെ. 10 + 28 പോരട്ടെ. എല്ലാരും ഗസ് 50, 25, 20, 35. എക്സലന്റ്. ആഷിഖ് കറക്റ്റ് ആണ് പറഞ്ഞത്. 35ാമത്തെ സെഷനാണ്, അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതാണ് 35th സെഷനാണ്, കറക്റ്റ്. കൊറോണ കാലഘട്ടത്തിലെ 35ാമത്തെ ഓൺലൈൻ സൂം വർക്ക്ഷോപ്പ് ആണ്. അതിൽ 5 പേര് പങ്കെടുത്ത തൊട്ട് 904 പേര് പങ്കെടുത്തവരുള്ള വർക്ക്ഷോപ്സ് ഇപ്പൊ നടത്തി. അതിൽ പെയ്ഡും അൺപെയ്ഡും ആയിട്ടുള്ള സെഷൻസ് നടത്തി. 1 ഹവറിന് ഒരു 15,000 വരെ വാങ്ങിച്ച സെഷൻസ് ഇപ്പോൾ നടത്തി, 1 മണിക്കൂറിന്. അങ്ങനെ 3 മണിക്കൂറുള്ള സെഷനായിരുന്നു. അപ്പൊ അറ്റ് ദ സെയിം ടൈം ഫ്രീ ആയിട്ടുള്ള കുറെ സെഷൻസ് നടത്തി. പല കാറ്റഗറിക്ക് അനുസരിച്ചുള്ള രീതിയിലുള്ള സെഷൻസ് ഹാൻഡിൽ ചെയ്തു. മൈ ഫസ്റ്റ് സെഷൻ ആണ് സഹദ് പല്ലൂർ സാർ അറ്റൻഡ് ചെയ്യുന്ന ഫസ്റ്റ് സെഷൻ. ഞാൻ അറ്റൻഡ് ചെയ്ത വേറെ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ എടുത്ത സെഷൻസ് ആണ് പറഞ്ഞത് 35 എടുത്തു. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ആക്ഷൻ എടുക്കുക. അങ്ങനെ 35 എടുത്തപ്പോഴല്ലേ എനിക്ക് പിടികിട്ടത് ഞാൻ ഇതിന്റെ അത്ര പറയുമ്പോൾ പറ്റണ പ്രശ്നങ്ങൾ എന്താ, എന്തൊക്കെയാണ് കുഴപ്പങ്ങള്. എനിക്കൊരു ക്ലാരിറ്റി ആയി. ഇപ്പൊ എങ്ങനെ ഈ സംഭവത്തിനകത്ത് പറയണം, എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാന്നുള്ള പിടികിട്ടി. ഇനി ഈ കാര്യത്തിൽ നിന്ന് ഇന്നത്തെ സെഷൻ കഴിയുമ്പോൾ പിടികിട്ടും ചില കാര്യങ്ങൾ എനിക്ക് മിസ്റ്റേക്ക് ഉണ്ടാവും. ആ മിസ്റ്റേക്ക് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്ത് വീണ്ടും ആക്ഷൻ എടുക്കും. അങ്ങനെ ആക്ഷൻ എടുത്ത് ഒരു 10, 20, 30 സെഷനോട് കഴിഞ്ഞ് നിങ്ങൾ കാണുമ്പോൾ ഇപ്പൊ കാണുന്ന ഞാനായിരിക്കില്ല, അപ്പത്തെ ഞാൻ മൊത്തം മാറും. കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷൻ ആവും. നിങ്ങളൊരു 6 മാസം മുന്നേ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ കാണുന്ന ഞാനല്ല ഇപ്പത്തെ ഞാൻ. ഈ ഞാനായിരിക്കില്ല ഒരു 6 മാസം കഴിഞ്ഞ് നിങ്ങൾ കാണുന്ന ആള്. ആ വ്യക്തി ആയിരിക്കില്ല അടുത്ത 6 മാസം. കാര്യം ഓരോ 6 മാസം കൂടുമ്പോൾ നമ്മൾ ട്രാൻസ്ഫോർമേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കണം. അല്ല നമുക്കിപ്പോ ഉള്ളതിൽ നമ്മൾ ഹാപ്പി ആയാൽ യു വിൽ നോട്ട് ഗെറ്റ് ട്രാൻസ്ഫോർമേഷൻ. മാർക്കറ്റ് ചേഞ്ചസ്, പീപ്പിൾ ചേഞ്ചസ്, ഇൻഫർമേഷൻ ചേഞ്ചസ്, എവറിത്തിങ് ചേഞ്ചസ്. യു ടു ഹാവ് ടു ഗെറ്റ് ദ ട്രാൻസ്ഫോർമേഷൻ. സോ ആക്ഷൻ എടുക്കുന്ന വഴിയാണ് ക്ലാരിറ്റി ഉണ്ടാകുന്നത്. ഇപ്പോ നമുക്ക് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു, മനോഹരമായ രീതിയിൽ തക്കാളി കൃഷി എങ്ങനെ ചെയ്യാം. സൂപ്പർ വീഡിയോ കണ്ട് വളരെ സന്തോഷമായി. തക്കാളി കൃഷിക്ക് ഇറങ്ങി, ആദ്യം നട്ടു, കംപ്ലീറ്റ് തക്കാളി കിളുത്തില്ല. നമ്മൾ ഒഴിച്ച വെള്ളം കൂടിപ്പോയി, അതിന്റെ വിത്ത് ചീഞ്ഞു പോയി. അപ്പൊ നമുക്ക് പിടികിട്ടി ഇത് കണ്ടമാനം വെള്ളം ഒഴിച്ചാൽ കിളുക്കൂല. അപ്പൊ 2ാമത്തെ പ്രാവശ്യം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തില്ല, ഇതൊട്ട് കിളുത്ത് പുറത്തേക്ക് വന്നില്ല. 3ാമത്തെ പ്രാവശ്യം ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു, അപ്പൊ കിളുത്ത് വന്നതിന് അത്ര അങ്ങോട്ട് ആരോഗ്യമില്ല. 4ാമത്തെ തവണ നമ്മൾ ചെയ്തപ്പോഴോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു, അപ്പൊ കുറച്ചൊരു ആരോഗ്യം കിട്ടി. അങ്ങനെ ഒരു 10 പ്രാവശ്യം 20 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിടികിട്ടും. ചാണകം ഇട്ട് അതേപോലെ തന്നെ ചകിരിച്ചോറിലൊക്കെ ഇട്ട് കിളിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് കിട്ടുന്ന. ഇനി അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അത് വളർത്തിയെടുക്കുന്ന ഫേസുകൾ കഴിഞ്ഞ് അങ്ങനെ പലതവണ ആക്ഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കാര്യത്തിലും ക്ലാരിറ്റി ഉണ്ടാവുന്നത്. നമ്മുടെ എല്ലാം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാം, ആദ്യത്തെ തവണ ഒരു കാര്യം ചെയ്ത് പരാജയപ്പെടുമ്പോൾ അങ്ങോട്ട് തീരുമാനിക്കുക, അങ്ങോട്ട് വിധി എഴുതുക, ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ലോകത്തുള്ള എല്ലാ ആൾക്കാരും പലതവണ ചെയ്തിട്ടാണ് എല്ലാ പണിയും പഠിച്ചത്. അനീസാറെ ശരിയല്ലേ? ടെൻഷൻ ആവുന്ന പലതവണ ചെയ്തല്ലേ നമ്മളെല്ലാം പഠിച്ചത്. നടക്കാൻ പഠിച്ചല്ലോ അങ്ങനെയല്ലേ നമ്മൾ. എത്ര എനിക്ക് കുഞ്ഞുമാ വേണ്ടിട്ടാ 7 മാസം ഇപ്പൊ അവന്റെ പ്രായം. വൻ ശ്രമമാണ് പുള്ളിക്ക്. മുട്ടയില് നടക്കാൻ ഇതൊരു പുള്ളി പഠിച്ചിട്ടില്ല. പുള്ളി പുഷപ്പടിച്ചാണ് പോകുന്നത്. മുട്ടിന്റെ പർപ്പസ് പുള്ളിക്ക് പിടികിട്ടിട്ടില്ല. പുള്ളി കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാവും. അതിങ്ങനെ ശ്രമിച്ച് പഠിക്കും. നമ്മളെല്ലാവരും അങ്ങനെയല്ല. നമ്മളെല്ലാവരും മുട്ട നടന്നതും എണീറ്റ് കിടന്നതൊക്കെ പലതവണ വേണ്ടിയിട്ടാണ്. സോ ടേക്ക് ആക്ഷൻ. കണ്ടിന്യൂസ് ആക്ഷൻസ് ആണ് ക്ലാരിറ്റി നൽകുന്നതെന്നുള്ള സത്യത്തെ മനസ്സിലാക്കുക. ആൻഡ് ആക്ഷൻ ക്രിയേറ്റ് ദ മോസ്റ്റ് വണ്ടർഫുൾ തിങ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ സാധനം ക്രിയേറ്റ് ചെയ്യുന്നതും ആക്ഷനാണ്. ആ മനോഹരമായ കാര്യം എന്താണെന്ന് ഒരിക്കലും അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്. യു കനോട്ട് ചേഞ്ച് യുവർ ഡെസ്റ്റിനി. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ഒന്നും മാറ്റാൻ പറ്റില്ല. ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ്സ്. നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങൾക്ക് മാറ്റാം. ആൻഡ് യുവർ ഹാബിറ്റ്സ് ക്യാൻ ചേഞ്ച് യുവർ ഡെസ്റ്റിനി. നിങ്ങളുടെ ശീലങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ മാറ്റാനുള്ള കരുത്തുണ്ട്.
സോ കണ്ടിന്യൂസ് ആക്ഷൻ എടുക്കുന്ന ആൾക്ക് അത് ഹാബിറ്റായി മാറും. ആ ഹാബിറ്റ് നമ്മുടെ ആ ശീലങ്ങള് നമ്മളെ മുൻപോട്ടുള്ള യാത്ര വളരെ ഈസി ആക്കി തരികയും മുൻപോട്ടുള്ള യാത്രയിൽ നമുക്ക് സക്സസ്ഫുൾ ആവാൻ സഹായിക്കുകയും ചെയ്യും. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടേക്ക് കണ്ടിന്യൂസ് ആക്ഷൻസ്. എല്ലാ കാര്യങ്ങളും ഒരു വാറ് പോലെ സമീപിക്കണമെന്നേ, ഒരു യുദ്ധം പോലെ സമീപിക്കണമെന്നേ. യുദ്ധത്തിന് പോകുമ്പോൾ ആളുകൾ എടുക്കുന്ന പ്രിപ്പറേഷനോട് കൂടി തന്നെ കാര്യങ്ങൾ ചെയ്യണം. 10 പേരെ റിക്രൂട്ട് ചെയ്യണം, ഇന്ന് തുടങ്ങണം പണി, എവിടെയൊക്കെ വിളിക്കണം, ആരോടൊക്കെ സംസാരിക്കണം, കംപ്ലീറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. നാളെ രാവിലെ തൊട്ട് അതിന്റെ ഓരോരോ വർക്കുകൾ ചെയ്ത് തുടങ്ങണം. അതങ്ങോട്ട് ചെയ്ത് തീർക്കണമെന്നേ. തീർക്കണവരെ അങ്ങോട്ട് ചെയ്യുക. അല്ലാതെ അതിനെപ്പറ്റി ചിന്തിച്ചിരുന്ന് നമ്മുടെ സമയം കളയരുത്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ബി ഇമ്പാക്ട്ഫുൾ. കുറച്ച് സമയം കൊണ്ട് വലിയൊരു ഷോക്ക് ഏൽപ്പിക്കുന്ന ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യ്. ഒരു വാറ് പോലെ കാണും, ഒരു പ്രൊജക്ട് പോലെ കാണും. എന്നിട്ട് അങ്ങോട്ട് ചെയ്തു തീർക്കുക. ഫിനിഷ് ഇറ്റ്. ഇങ്ങനെ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന കാര്യമാണ് ട്രാൻസ്ഫോർമേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ്, യു ഹാവ് ടു ചേഞ്ച്, യു ഹാവ് ടു ട്രാൻസ്ഫോം യുവർ മൈൻഡ് സെറ്റ്. Number 2, you have to change your decision. You have to make changes in your decision making and sticking on to the commitments. And number 3, taking actions. ഇനി അതേപോലെ തന്നെ നമ്മൾ മാറ്റം വരുത്തേണ്ട ഒരു കാര്യമാണ് റിസൾട്ട്. എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് റിസൾട്ട്. നല്ല രീതിയിൽ പണിയെടുത്ത് വേണ്ട റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ വിഷമമാവും. ചിന്തിച്ചതിനപ്പുറത്തുള്ള റിസൾട്ട് കിട്ടിയാൽ സന്തോഷമാണ്. ഈ റിസൾട്ട് വരുന്ന സമയത്ത് പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധം ഞാൻ പറയാം. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിലും, നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിലും, ഇനി ഇതിനകത്ത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യും. അങ്ങനെയുള്ളവരാണെങ്കിലും, ഇനി അതല്ല നിങ്ങൾ ഒരു കൃഷി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങൾ എന്ത് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഏത് കാറ്റഗറി, ഒരു സ്റ്റുഡന്റ് ആണെങ്കിലും, ഏത് കാറ്റഗറി ഓഫ് വ്യക്തിയാണെങ്കിലും, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആക്ഷൻ എടുത്ത് മുൻപോട്ട് പോകുമ്പോൾ സക്സസ് കിട്ടുമ്പോൾ നിങ്ങൾ വെറുതെ ഇരുന്നാൽ നിങ്ങളുടെ സക്സസ് താഴ്ത്തും. എല്ലാ മനുഷ്യന്റെയും ഫസ്റ്റ് ഫേസ് ആണ് സർവൈവൽ ഫേസ്. സർവൈവൽ ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും അയാൾ ചെന്ന് കഴിയുമ്പോൾ അയാൾക്ക് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നു. കാര്യങ്ങളൊക്കെ കൃത്യമായി ഭംഗിയായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് സർവൈവ് ചെയ്ത് പോകാന്നുള്ളതിൽ മാത്രമുള്ള ഫോക്കസ്. രണ്ടാമത്തെ സ്റ്റേജ് ആണ് സ്റ്റെബിലിറ്റി ഫേസ്. ഇവിടെ സ്റ്റേബിൾ ആവുകയാണ് കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ സ്റ്റേബിൾ ആയി മാറുമ്പോൾ നമ്മൾ മുൻപെടുത്ത അത്ര എഫേർട്ട് എടുക്കില്ല. മുൻപെടുത്ത എഫേർട്ട് അത്ര എടുക്കാതെ വരുമ്പോൾ ഈ സ്റ്റേബിളായ അവസ്ഥയിൽ നിന്ന് വീണ്ടും പഴയ സർവൈവലിന്റെ അവസ്ഥയിലേക്ക് ചെല്ലും. അതേസമയം സർവൈവലിന്റെ അവസ്ഥയിൽ നിന്ന് സ്റ്റേബിളായ അവസ്ഥയിൽ എത്തിയ വ്യക്തി ചെയ്യേണ്ടത് ആക്ഷനെ മാറ്റി മാസീവ് ആക്ഷൻ എടുക്കണം. ഒരു ആക്ഷൻ എടുത്ത സ്ഥാനത്ത് 10 ആക്ഷൻ എടുക്കാൻ തയ്യാറാവണം. അപ്പോഴുണ്ടാവണമാണ് സക്സസ്. അപ്പൊ ആ മേഖലയിൽ നമ്മൾ കുറച്ചുകൂടെ വിജയിക്കുന്ന ഒരു വ്യക്തിയായി മാറി. ഏത് മേഖലയാണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യുന്നു, സർവൈവ് ചെയ്യുന്നു, പഠിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നു. സ്റ്റേബിൾ ആവുന്ന സമയത്ത് നമ്മൾ ആക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ റിസൾട്ട് മൾട്ടിപ്ലയർ ആവും. അപ്പൊ ഇത്തരത്തിൽ നമ്മളെ റിസൾട്ട് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാണ്. കാരണം നിങ്ങളിപ്പോ ഒരു എഫേർട്ട് ഇടുകയാണ്, നിങ്ങളൊരു എന്താ പറയുക എഫേർട്ട് അതിന്റെ ഇട്ടിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനുള്ള റിസൾട്ട് വരുന്നില്ലെങ്കിൽ നിങ്ങളിട്ട എഫേർട്ട് ആ റിസൾട്ട് ഉണ്ടാക്കാൻ ഉതകുന്നതല്ല എന്നല്ലേ എന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ റിസൾട്ട് 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങളുടെ എഫേർട്ടും 0 എന്നാണ്. ഞാൻ പറയണത് ഒരു ലോജിക്കലായ, ഒരു സ്റ്റാറ്റിസ്റ്റിക്കലായ കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്. മൈൻഡിന്റെ പെർസ്പെക്റ്റീവിലല്ല പറയുന്നത്. ഒരു എഫേർട്ട് 0 ആവുമ്പോഴാണ് റിസൾട്ട് 0 ആവുന്നത്. അല്ലെങ്കിൽ നമ്മൾ 100 കണക്കിന് എഫേർട്ട് ഇട്ടത് ആ റിസൾട്ട് കിട്ടാനുള്ളത് അല്ലാത്തതുകൊണ്ടാണ് റിസൾട്ട് കിട്ടാത്തത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താ? നമ്മൾ ആ റിസൾട്ടിന് വേണ്ടി ഇട്ട എഫേർട്ട് 0 ആണ്. അവിടെയാണ് മാസീവ് ആക്ഷന്റെ പ്രാധാന്യം. മാസീവായ ആക്ഷൻ. മാസീവ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പിള്ളേര് മാങ്ങയ്ക്ക് കല്ലെറിയുന്ന കണ്ടിട്ടില്ലേ? ചറപറ എന്ന് അറിയണത്. ഏതെങ്കിലും ഓർമ്മ കൊള്ളും മാങ്ങ വീഴും അല്ലേ? ശരിയല്ലേ? R5 സാർ ശരിയല്ലേ? ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിരിക്കുന്നുണ്ട് സാർ R5 എന്ന് പറഞ്ഞ സാറ് മനസ്സിലായില്ല. സാറിന് പേരിട്ടാത്തതുകൊണ്ടാണ്. ജുനൈദ് ശരിയാണോ? മാസീവ് ആക്ഷൻ എടുക്കണം. അപ്പൊ മാസീവ് ആക്ഷൻ എടുക്കുക എന്നുള്ള പ്രോസസ് ചെയ്താലേ റിസൾട്ടിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ റിസൾട്ടിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസിയാണ് പല വ്യക്തികൾക്കും ഇല്ലാത്ത. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാൾ തെങ്ങ് കയറാൻ വേണ്ടി വരിക. അദ്ദേഹം തെങ്ങ് കയറി പകുതിയാവുന്ന സമയത്ത് തീരുമാനിക്കുകയാണ് ഇനി ഒരു ചായ കുടിച്ചിട്ട് കയറാം. നേരെ താഴേക്ക് ഇറങ്ങി വരണം, ഒരു ചായ കുടിക്കണം, വീണ്ടും തളപ്പൊക്കെ ഇട്ടിട്ട് കയറുന്നു. പകുതി എത്തുമ്പോൾ തീരുമാനിക്കുകയാണ് ഇനി ഒന്ന് ഇറങ്ങിയിട്ട് ചോറിനിട്ട് കയറാം. ഇങ്ങനെ കയറുന്ന വ്യക്തി എന്തെങ്കിലും തെങ്ങിന്റെ മേളിൽ ചെല്ലുവോ? ചെല്ലൂല്ലല്ലോ. ഉറപ്പല്ലേ? ചെല്ലൂല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ച് ചെല്ലൂല്ല എന്ന് പറഞ്ഞു. ഫൈസൽ ബത്തേരി സാർ ചെല്ലുവോ? ഇല്ല, ചെല്ലൂല്ല. ഉറപ്പായിട്ടും ചെല്ലൂല്ല. അപ്പൊ അത്തരത്തിൽ നമ്മൾ എഫേർട്ട് ഇടുന്നത് കണ്ടിന്യൂസ് അല്ല, കൺസിസ്റ്റന്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് എത്താൻ പറ്റില്ല.
അപ്പൊ കൺസിസ്റ്റന്റ് ആയി മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൊരു നല്ലൊരു പ്രിൻസിപ്പിൾ തന്നെയുണ്ട്, ക്വിറ്റേഴ്സ് നെവർ വിൻസ് ആൻഡ് വിന്നേഴ്സ് നെവർ ക്വിറ്റ്സ്. ഇടവിട്ട് ചെയ്യുന്നവർ വിജയിക്കാറില്ല, വിജയിച്ചവരാരും ഇടവിട്ട് ചെയ്ത ആളുകളുമല്ല. ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ, കൺസിസ്റ്റന്റ് ആയി ചെയ്യുമ്പോൾ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾ അക്കൗണ്ടബിൾ ആവും. അക്കൗണ്ടബിൾ ആവും എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസിസ്റ്റന്റ് ആയ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ആ സമയത്ത് ആ കാര്യം ചെയ്തില്ല, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരും, നിങ്ങളത് ചെയ്തേ പറ്റും, നിങ്ങളുടെ മനസ്സ് നിങ്ങളെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കും, അക്കൗണ്ടബിൾ ആവും. രണ്ട്, നിങ്ങളുടെ വിസിബിലിറ്റി കൂടും. നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ആ പ്രവൃത്തിയുടെ വിസിബിലിറ്റി കൂടും, ആളുകൾ കൂടുതൽ കാണും നിങ്ങൾ ചെയ്യണത്, ആളുകളെ അത് ഇൻസ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ക്രെഡിബിലിറ്റി കൂടും. നിങ്ങളൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ വിശ്വാസ്യത കൂടും. നിങ്ങളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ചെയ്യുന്നെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയുടെ വിശ്വാസ്യത കൂടും. അവിടെ വിശ്വാസ്യത കൂടുന്നതാണ് കൺസിസ്റ്റൻസിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ റിഫ്ലക്ട് യുവർ കോർ വാല്യൂസ്. നിങ്ങൾ എന്ത് വാല്യൂ ഉള്ളവനാണ്, നിങ്ങൾ എന്ത് മൂല്യമുള്ളവനാണ്, നിങ്ങൾക്ക് എന്ത് മൂല്യമാണുള്ളത്, ഇത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയി ചെയ്യുമ്പോൾ അതും ആളുകളിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കാര്യമായി മാറും. അപ്പൊ ഇതൊക്കെയാണ് എന്റെ അഡ്വാൻറ്റേജ്. നമ്പർ 1, അക്കൗണ്ടബിലിറ്റി കൂടും. നമ്പർ 2, ക്രെഡിബിലിറ്റി, വിസിബിലിറ്റി, നിങ്ങളുടെ കീ വാല്യൂസ് എന്താണെന്നുള്ളത് റിഫ്ലക്ട് ചെയ്യാനും അത് സഹായിക്കും. അപ്പൊ ഇത്തരത്തിൽ കൺസിസ്റ്റന്റ് ആയ രീതിയിൽ കാര്യങ്ങളെ ചെയ്യാനും നമ്മൾ തയ്യാറാവണം. അടുത്ത 2 സ്റ്റെപ്സ് കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സെഷൻ നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്. അടുത്ത 2 സ്റ്റെപ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും എന്തെങ്കിലും ഒരു മെസ്സേജ് എന്റെ അയച്ചു, എന്തെങ്കിലും മെസ്സേജ്, എല്ലാവരുടെ എന്തെങ്കിലും ഒരു മെസ്സേജ്, എന്തെങ്കിലും ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും അയച്ചാൽ മതി. മോശമൊന്നും അയക്കരുതെന്ന് മാത്രം, പബ്ലിക് അല്ലേ. മോശം അയക്കണമെങ്കിൽ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് അയക്കുക, കുഴപ്പമില്ല. ഹായ്, വണ്ടർഫുൾ, ഹായ്, എല്ലാവരും ലവ്ലി പ്രസന്റേഷൻ, എക്സലന്റ്, ഗുഡ് ക്ലാസ്, ഓക്കെ, ഹായ്, ഗുഡ്, എല്ലാവരും നൈസ് സെഷൻ, ഗ്രേറ്റ് തോട്ട്സ്, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ലവ്, നിങ്ങൾ പൊളിയാണ്, താങ്ക് യു, നിങ്ങളും പൊളിയാണ് കേട്ടോ, ഗുഡ്, ഹായ്, ഐ ലൈക്ക് ഇറ്റ്, താങ്ക് യു, ഗുഡ്, എക്സലന്റ്, വെരി ഗുഡ്, മാസീവ് ആക്ഷൻ, ഫ്രൂട്ട്ഫുൾ സെഷൻ, ഗുഡ് പ്രസന്റേഷൻ, ഐ എൻജോയ്, excellent presentation, gratitude, energetic, thank you for motivating me, keep going, excellent sir, nice session, transformation started, that's great, you have done massive operation, super, okay. ഇപ്പൊ എല്ലാവരും ടൈപ്പ് ചെയ്ത് ഒരു തംസ് അപ്പ് ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത പ്രധാനപ്പെട്ട 2 സ്റ്റെപ്സ് ഇത് പൊരിക്കും. അടുത്ത 2 സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. നമ്പർ 1, ഐഡന്റിറ്റി ക്രിയേഷൻ. അതാണ് 6ാമത്തെ സ്റ്റെപ്പ്, ഐഡന്റിറ്റി ക്രിയേഷൻ. ക്രിയേറ്റ് ആൻ ഐഡന്റിറ്റി. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഐഡന്റിറ്റി ഉണ്ടാക്കണമെന്നേ. ഞാൻ ഒരു കാര്യം എന്റെ മനസ്സിൽ തട്ടി പറയാണ്, ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ഇവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ 100% ആത്മാർത്ഥമായിട്ടാണ് സംസാരിക്കുന്നത്. അത് 50% ആത്മാർത്ഥതയോടുകൂടിയോ 60% ആത്മാർത്ഥതയോടുകൂടിയോ 70-നോ 80-നോ അല്ല, 100% തന്നെ ഇട്ടാ സംസാരിക്കും. അതുകൊണ്ട് ഞാൻ മനസ്സിൽ തട്ടി തന്നെ വീണ്ടും പറയണം, നിങ്ങൾ ഒരു 100 സെഷൻ അറ്റൻഡ് ചെയ്താലും നിങ്ങൾ ഈ സെഷനും അതിനോടൊപ്പം ഓർക്കും. ഈ സെഷനെ മാത്രം ഓർക്കുന്ന ഞാൻ പറയുന്നില്ല, ഈ സെഷനും നിങ്ങൾ അത് ഓർക്കും, ഉറപ്പാണ്. ബിക്കോസ് ഐ ഹാവ് ഗിവൺ ആൻ ഐഡന്റിറ്റി. ഒരു ഐഡന്റിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏത് കാര്യം ചെയ്യുവാണെങ്കിലും, ഏത് കാര്യമാണെങ്കിലും, നിങ്ങൾ ബിസിനസ് ആണെങ്കിലും, നിങ്ങൾ സർവീസ് ആണെങ്കിലും, നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും ആ മേഖലയിൽ നിങ്ങളുടെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യണം. ഈ ട്രാൻസ്ഫോർമേഷൻ വ്യക്തികൾ, ട്രാൻസ്ഫോർമേഷൻ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് യു ഹാവ് ടു ക്രിയേറ്റ് ആൻ ഐഡന്റിറ്റി. ഇനി നിങ്ങളുടെ ഐഡന്റിറ്റി അല്ല അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങളുടെ ടീമിന്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളൊരു ബിസിനസ് ആയി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഐഡന്റിറ്റി അല്ല, നിങ്ങളുടെ ടീമിന്റെ ഐഡന്റിറ്റിയാണ് കൊണ്ടുവരണമെങ്കിൽ ആ ടീമിന്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറാവും. നിങ്ങളൊരു സോഷ്യൽ വർക്കുമായിട്ട് പോകുന്ന സമയത്ത് കുറെ കുട്ടികളുടെ ഐഡന്റിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറാവും. യു ഹാവ് ടു ക്രിയേറ്റ് ഐഡന്റിറ്റി. അത് നിങ്ങളുടെയോ നിങ്ങളുടെ ടീമിന്റെയോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ക്രിയേറ്റ് സച്ച് ആൻ ഐഡന്റിറ്റി. ഐഡന്റിറ്റി ഉണ്ടാക്കുന്നതിന് ഒരു 1-2 സ്റ്റെപ്സ് ചെയ്യാമെന്ന് പറയാം. നമ്പർ 1, റൈറ്റ് എ ബുക്ക്. നിങ്ങളുടെ ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ചൊരു പുസ്തകം എഴുതുക. സ്റ്റാർട്ട് വ്ളോഗിങ്. നിങ്ങളൊരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ കുറെ വീഡിയോസ് ഉണ്ടാക്കി വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഇട്ട് അത്തരത്തിൽ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുക. രാജേഷ് തലക്കെട്ടൊക്കെ ഉണ്ടല്ലോ, ഒരു വീഡിയോ ഒക്കെ ഇട്ടൂടെ ഭംഗിയായിട്ട്? രാജേഷ് 8K 3X RY ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടൂടെ? ഇടാമോ? ഇടാൻ നിങ്ങളൊന്ന് കാണിച്ചേ. യെസ്, വെരി ഗുഡ്. സ്റ്റാർട്ട് വ്ളോഗിങ്, സ്റ്റാർട്ട് റൈറ്റിംഗ്. ഒരു ബ്ലോഗ് തുടങ്ങിയിട്ട് അതിന്റെ എഴുതുക. MD റഫീഖ് വല്ലപ്പോഴൊക്കെ എഴുതുന്ന വ്യക്തിയല്ലേ, താങ്കൾക്ക് എന്തെങ്കിലുമൊക്കെ റൈറ്റിംഗ്സ് എഴുതി ഇട്ടൂടെ? ഒരു ബ്ലോഗ് ഉണ്ടായിക്കൂടെ? ബ്ലോഗ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ലിങ്ക് അയക്ക്, എല്ലാവരും കയറി കാണട്ടെ. അപ്പൊ അത്തരത്തില് ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ഗിവിംഗ്. ഇതേവരെ ആർക്കും ഒന്നും കൊടുക്കാതെ എല്ലാം പിടിച്ചു വെച്ച വ്യക്തിയാണ്, കുറച്ചുപേർക്ക് കൊടുക്ക്. ഞാൻ 30,000 രൂപ ഒരു സെഷൻ എടുക്കാത്ത വ്യക്തിയായിരുന്നു, പക്ഷെ കൊറോണ സമയത്ത് ഫ്രീ ആയിട്ട് ഒരുപാട് സെഷൻസ് എടുക്കുന്നുണ്ട്. കുറച്ചുപേർക്ക് കൊടുക്കണം എന്നുള്ളത് ട്രാൻസ്ഫോർമേഷനെ പറ്റി പഠിച്ചപ്പോൾ എനിക്ക് പിടികിട്ടി. എല്ലാം പിടിച്ചു വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, കുറച്ചൊക്കെ കൊടുക്കണം. അപ്പൊ സ്റ്റാർട്ട് ഗിവിംഗ്. അതേപോലെ തന്നെ ബി ആൻ ഇൻസ്റ്റന്റ് വാല്യൂ ക്രിയേറ്റർ. ഇൻസ്റ്റന്റ് വാല്യൂ ക്രിയേറ്റർ എന്ന് പറഞ്ഞ സംഭവം. 1 മണിക്കൂർ നമ്മൾ ഇരുന്നിട്ട് നമുക്ക് 1 മിനിറ്റിന്റെ ഒരു അറിവാണ് കിട്ടുന്നതെങ്കിൽ ആ 1 മണിക്കൂർ നമ്മൾ ഇരിക്കുന്നത് ശരിക്കും വേസ്റ്റ് അല്ലേ? ഓരോ മിനിറ്റിലും വാല്യൂ കൊടുക്കാൻ പറ്റണവനാണ് വാല്യൂ ക്രിയേറ്റർ.
നിങ്ങളുടെ കടയിൽ കയറി വന്നാൽ, നിങ്ങൾ ബിസിനസ് സ്ഥാപനത്തിൽ വന്നാൽ, അവിടെ വന്ന കസ്റ്റമർക്ക് ഓരോ മിനിറ്റും ഓരോ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റണം. പോകുമ്പോൾ ഒരു പ്രൊഡക്റ്റ് മാത്രം കൊടുത്തു വിടലല്ല, ഓരോ എക്സ്പീരിയൻസ്. അവിടെ സെക്യൂരിറ്റി തുടങ്ങണം. സെക്യൂരിറ്റി നമ്മളോട് സംസാരിക്കുന്ന അയക്ക് വേണം, ദൈവമേ ഇതൊരു കട തന്നെയാണോ, അതോ ഞാൻ കല്യാണത്തിന് റിസപ്ഷന് വന്നതാണോ, എത്ര സ്നേഹത്തോടു കൂടിയാണ് എന്നെ അകത്തേക്ക് വിളിക്കുന്നത്. സോ ക്രിയേറ്റ് സച്ച് എക്സ്പീരിയൻസസ്, ഇൻസ്റ്റന്റ് വാല്യൂ ക്രിയേഷൻ. അതുകൂടെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഐഡന്റിറ്റി അവിടെ ഉണ്ടാവുന്നത്. ആൻഡ് ഫൈനലി അവസാനത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. ദ ഫൈനൽ സ്റ്റെപ്പ് ഫോർ ട്രാൻസ്ഫോർമേഷൻ, ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. സേ എന്ന് ടൈപ്പ് ചെയ്യൂ. SAY. പറയൂ. എസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. എസ്. എല്ലാവരുടെ എസ് പടപടപടയെന്ന് വരട്ടെ. ലാസ്റ്റ് പോയിന്റ് ആണ് എസ്. Say. Excellent. And last step is called mastery. ട്രാൻസ്ഫോർമേഷനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിക്ക് 7th സ്റ്റേജിൽ ചെയ്യേണ്ട കാര്യം ഇതാണ്: മാസ്റ്ററി. ചെയ്യുന്ന കാര്യങ്ങളുടെ മാസ്റ്ററായി മാറണം. അതിലാരും ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമേ. നിങ്ങളെ കണ്ടിട്ട് ആളുകൾ ചെയ്യണം. നിങ്ങൾ മാർക്കറ്റിലെ കോമ്പറ്റീഷൻ ഒന്നും പേടിക്കില്ല. നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് മാർക്കറ്റിലെ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് നിങ്ങളെ നോക്കി പഠിക്കുന്നത്. മാർക്കറ്റിലെ കോമ്പറ്റീറ്റേഴ്സിന് നിങ്ങൾ എന്ന് പറയുന്നത് അവരുടെ റോൾ മോഡലാണ്. മാർക്കറ്റിലെ കോമ്പറ്റീറ്റേഴ്സിന് നിങ്ങളോട് അഗാധമായ പ്രണയമാണ്. മാർക്കറ്റിലെ കോമ്പറ്റീറ്റേഴ്സിന് നിങ്ങൾ പറയണതാണ് ശരി. മാർക്കറ്റിലെ കോമ്പറ്റീറ്റേഴ്സിന് അവർ നടത്തുന്ന പരിപാടികളിൽ ക്ലാസ് എടുക്കാൻ നിങ്ങളെ വിളിക്കണത്, അല്ലെങ്കിൽ ഒരു ഇനാഗുറേഷൻ നിങ്ങളെ വിളിക്കണം. നിങ്ങൾ ആ മാർക്കറ്റിലെ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് അങ്ങോട്ട് സെറ്റ് ചെയ്യണം. യു ആർ സെറ്റിംഗ്, യു ആർ എബോവ് കോമ്പറ്റീഷൻ, യു ആർ ക്രിയേറ്റിംഗ് ഡിസ്റപ്ഷൻ. മാർക്കറ്റ് നിങ്ങളെ ഡിസ്റപ്റ്റ് ചെയ്യില്ല, നിങ്ങൾ മാർക്കറ്റിനെ ഡിസ്റപ്റ്റ് ചെയ്യും. അത് കണ്ട് മാർക്കറ്റിലുള്ള മറ്റുള്ള ആളുകൾ ഫോളോ ചെയ്യും. നിങ്ങളാ പഠിപ്പിക്കണേ. ഇതാണ് മാസ്റ്ററി എന്ന് പറയുന്നത്. നിങ്ങളൊരു കരാട്ടെ മാസ്റ്റർ ആണെങ്കിൽ കരാട്ടയിലെ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ കണ്ടെത്തലായിട്ട് കൊണ്ടുവരും. നിങ്ങളൊരു കൃഷിക്കാരനാണെങ്കിൽ പുതിയ ലെയർ ഫാമിങ്ങും പുതിയ മൈക്രോ ഫാമിങ്ങും പുതിയ രീതിയിലുള്ള തട്ടടിച്ചിട്ടുള്ള ഫാമിങ് അതൊക്കെ നിങ്ങൾ കൊണ്ടുവരും. അത് ബാക്കിയുള്ളവർ ഫോളോ ചെയ്യും. നിങ്ങൾ മൊബൈൽ ഫോൺ പ്രൊവൈഡർ ആണെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ചിലപ്പോൾ ഇന്റർനെറ്റ് കൊടുത്തുന്നിരിക്കും. ഹലോ, ഐ എം സോറി ഇടയ്ക്കുന്നു പോയതാണ്. ഓക്കെ, അപ്പോ അത്തരത്തിൽ മാസ്റ്റർ ചെയ്യാൻ തയ്യാറാവും. യു വിൽ ക്രിയേറ്റ് സച്ച് എ മാർക്കറ്റ്. നിങ്ങൾ എന്ന് പറയുന്ന ആള് ഒരു കോമ്പറ്റീറ്റർ ഇല്ലാതെ, നിങ്ങൾ എന്ന് പറയുന്ന ആള് പല കോമ്പറ്റീറ്റേഴ്സിന് റോൾ മോഡലായി മാറുന്ന ഒരു സിറ്റുവേഷൻ യു വിൽ ക്രിയേറ്റ്. യു വിൽ ബിക്കം സച്ച് എ മാസ്റ്റർ. ഇതിലെ 4 സ്റ്റെപ്സ് ഉണ്ട്. അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്പർ 1, അൺകോൺഷ്യസ് ഇൻകോമ്പീറ്റൻസി. ഉദാഹരണത്തിന് ഒരു ചെറിയ ഉദാഹരണമായിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പോണ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോണ തുടക്ക സമയത്ത് നമുക്കറിയില്ല ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് അൺകോൺഷ്യസും ആണ്, നമ്മൾ അതിൽ കഴിവില്ലാത്തവനുമാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്, അൺകോൺഷ്യസ് ഇൻകോമ്പീറ്റൻസി. ഞാൻ ടൈപ്പ് ചെയ്യാം, എല്ലാവർക്കും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്യാം. അൺകോൺഷ്യസ് ഇൻകോമ്പീറ്റൻസി. ഓക്കെ, ഇൻകോമ്പീറ്റൻസ് എന്നാണ് ടൈപ്പ് ചെയ്തത്. അൺകോൺഷ്യസ് ഇൻകോമ്പീറ്റൻസ്, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് വരുമ്പോ നമുക്ക് അറിയില്ല എന്നുള്ള കാര്യം തിരിച്ചറിയും. അതാണ് കോൺഷ്യസ് ഇൻകോമ്പീറ്റൻസ്. കോൺഷ്യസ് ഇൻകോമ്പീറ്റൻസ് ആണ്, നമുക്ക് അറിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും.
മൂന്നാമത്തെ സ്റ്റെപ്പ് വരുമ്പോ നമ്മൾ കോൺഷ്യസ് കോമ്പീറ്റന്റ് ആണ്. നമുക്കറിയാം, നമുക്ക് അറിയാമെന്നുള്ള കാര്യം മാത്രമല്ല, നമ്മൾ മനഃപൂർവ്വമായി അറിയാവുന്ന കാര്യം ചെയ്യും. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്തെ മനഃപൂർവ്വമായി ഇനി ഗിയർ ഇടണമെന്ന് മനസ്സിലാക്കി ഗിയർ ഇടും, മനഃപൂർവ്വമായി ബ്രേക്ക് ചവിട്ടണമെന്ന് മനസ്സിലാക്കി ബ്രേക്ക് ഇടും. ആൻഡ് നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോ അൺകോൺഷ്യസ് കോമ്പീറ്റൻസി ആണ്. അൺകോൺഷ്യസ് കോമ്പീറ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും, ഇടയ്ക്ക് സൈഡിൽ നോക്കും, ഇടയ്ക്ക് ഇപ്പുറം നോക്കും, പക്ഷെ വണ്ടി ഓടിക്കൊണ്ടിരിക്കും. അൺകോൺഷ്യസ്ലി നമ്മൾ കോമ്പീറ്റന്റ് ആയി മാറുന്ന ഒരവസ്ഥ. ഇതാണ് 4 ലെവൽസ് ഓഫ് മാസ്റ്ററി എന്ന് പറയുന്നത്. ഞാൻ ഫാസ്റ്റ് ആയിട്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകണം ചടുലമായ രീതിയിൽ. ട്രാൻസ്ഫോർമേഷൻ മൾട്ടിപ്ലയർ എന്നുള്ള സെഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പോയിന്റ്സ് കിട്ടുമ്പോൾ എല്ലാവരും ടൈപ്പ് ചെയ്തോളാം കേട്ടോ. ഓരോ പോയിന്റ്സ് റീക്യാപ്പ് ചെയ്ത് പറയുമ്പോൾ അവിടെ പറയുന്ന ഒന്ന് ടൈപ്പ് ചെയ്തേക്കണം. ട്രാൻസ്ഫോർമേഷൻ മൾട്ടിപ്ലയർ TM, ട്രാൻസ്ഫോർമേഷൻ മൾട്ടിപ്ലയർ TM എന്ന എല്ലാവരും ടൈപ്പ് TM. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ മൾട്ടിപ്ലയർ എന്നുള്ള സെഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇതിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്പർ 1, ലീനിയർ ഗ്രോത്ത് എന്താണ്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്താണ്. ലീനിയർ ഗ്രോത്ത്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. അതിൽ നമുക്ക് വേണ്ടത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. അതുകൊണ്ട് EQ എന്ന് ടൈപ്പ് ചെയ്യുക, EG എന്ന് ടൈപ്പ് ചെയ്യുക. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. നമുക്ക് വേണ്ടത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സംസാരിക്കുന്നത്. നമ്പർ 1, നമ്മുടെ മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തുക. എവിടെയാണ് മൈൻഡ് സെറ്റ്? MS, മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തുക. നമ്പർ 2, ഡിസിഷൻ എടുക്കുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആവുക, കമ്മിറ്റഡ് ആയി ചെയ്യുക. D&M. കൂടാതെ നമ്മൾ എടുക്കുന്ന ആക്ഷൻ, നമ്മൾ എടുക്കുന്ന ഓരോ ആക്ഷനും കൃത്യമായിട്ടുള്ള ആക്ഷൻ ആയിരിക്കണം. നമുക്ക് ക്ലാരിറ്റി തരണം, നമുക്ക് അതിൽ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ ഹാബിറ്റ് ആയി മാറണം. അതിലുള്ള ഒരു വാർ അല്ലെങ്കിൽ ഒരു വെഞ്ചർ പോലെ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകാൻ തയ്യാറാവണം. നെക്സ്റ്റ് ഇസ് റിസൾട്ട്. നമ്മൾ റിസൾട്ട് കിട്ടുന്ന സമയത്ത് മിണ്ടാണ്ടിരിക്കുകയല്ല, മാസീവ് ആക്ഷൻ എടുത്ത് അതിനെ ഡബിൾ ചെയ്യാനും ട്രിപ്പിൾ ചെയ്യാനും മൾട്ടിപ്പിൾ ടൈംസിലേക്ക് മാറ്റാനും ഒക്കെ ആയിട്ട് തയ്യാറാവണം. സോ മേക്ക് സച്ച് റിസൾട്ട്സ് ആർ. അതേപോലെ തന്നെ ഈ കാര്യം ചെയ്താൽ മാത്രമേ ഇത് കൺസിസ്റ്റന്റ് ആയി തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കണം. കൺസിസ്റ്റന്റ് ആയി ഈ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ കാര്യം നടക്കൂ. ക്വിറ്റേഴ്സ് നെവർ വിൻസ് ആൻഡ് വിന്നേഴ്സ് നെവർ ക്വിറ്റ്സ്. ഇടപെട്ട് ചെയ്ത് വിജയിച്ചിട്ടില്ല, വിജയിച്ചവരാരും ഇടപെട്ട് ചെയ്തവരുമല്ല. ആൻഡ് നെക്സ്റ്റ് ഈസ് ഐഡന്റിറ്റി ക്രിയേഷൻ. ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ നിങ്ങളുടെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറാവണം. അങ്ങനെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളായിരിക്കണം മാർക്കറ്റിലെല്ലാം സെറ്റ് ചെയ്യുന്നത്, നിങ്ങളായിരിക്കണം കാര്യങ്ങളിലെ ലീഡിംഗ് പൊസിഷനിലേക്ക് എത്തുന്നത്. മാസ്റ്ററി, MS, വീണ്ടും MS, മാസ്റ്ററി. നിങ്ങൾ മാസ്റ്ററായി മാറുകയാണ്, ആ മേഖലയിലെ മാസ്റ്ററായി മാറുകയാണ്. നിങ്ങൾ മാസ്റ്ററി ചെയ്യുകയാണ്, ഓട്ടോമാറ്റിക്കലി ആളുകൾ നിങ്ങളെ ഐഡന്റിറ്റി കണ്ടെത്തും, നിങ്ങളെ കണ്ടു പഠിക്കും. നിങ്ങൾ ഗെയിം ചേഞ്ചർ ആണ്, നിങ്ങൾ അവരുടെ റോൾ മോഡലാണ്, നിങ്ങളെ അവർ സ്നേഹിക്കുന്നു, നിങ്ങളെ അവർ എല്ലാ പരിപാടികൾക്കും വിളിക്കുന്നു. ഇത്തരത്തിലേക്ക് മാറുന്നു. ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിരുന്നാൽ പോരാ, കേട്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഡേറ്റയാണ്. DATA. ഈ ഡേറ്റ കൊണ്ട് കാര്യമൊന്നുമില്ല. ഈ ഡേറ്റ എഴുതി വെക്കുകയോ ഓർത്തു വെക്കുകയോ ചെയ്താൽ ഉണ്ടാവുന്നതാണ് ഇൻഫോർമേഷൻ. അതൊരു ഇൻഫോർമേഷനായി മാറുകയാണ്. ആ ഡേറ്റയെ ഇൻഫോർമേഷൻ ആക്കി മാറ്റുകയാണ്. ഇങ്ങനെ നമ്മൾ എഴുതി വെച്ചാൽ നമ്മൾ പഠിച്ച ഇൻഫർമേഷൻ കൊണ്ടും കാര്യമില്ല. ആ ഇൻഫർമേഷൻ ജീവിതത്തിൽ കൊണ്ടുവരുന്ന തീരുമാനിക്കുമ്പോൾ അത് നോളജ് ആയി മാറുകയാണ്. നോളജ് അല്ലെങ്കിൽ അറിവായി മാറുകയാണ്. ആ ഇൻഫർമേഷനെ നോളജ് അല്ലെങ്കിൽ അറിവായി മാറ്റുകയാണ്. ആ നോളജ് അല്ലെങ്കിൽ അറിവാക്കി മാറ്റിയ കാര്യത്തിനെ നമ്മൾ ഫീൽഡിൽ, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ പോയി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകും പലതവണ. ഓരോ തവണ പരാജയപ്പെടുമ്പോഴും വീണ്ടും അതിനെ പുനർപരിശോധിച്ച് ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് വിജയിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് വിസ്ഡം അല്ലെങ്കിൽ തിരിച്ചറിവ്. നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഡേറ്റയാണ്. ആ ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ ആകുന്നു. ആ ഇൻഫർമേഷൻ നമ്മുടെ തലച്ചോറിലേക്ക് എടുക്കുമ്പോൾ നോളജ് ആവുന്നു. അതെടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് വിസ്ഡം. അങ്ങനെ തിരിച്ചറിവ് ലഭിക്കുമ്പോൾ കുറെ നാളിലൂടെ നമുക്ക് ഈ വിസ്ഡം കിട്ടുമ്പോൾ കിട്ടുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ. ബി എ ട്രാൻസ്ഫോർമേഷൻ മൾട്ടിപ്ലയർ. ഒരു മിടുക്കനായ, ഒരു മികച്ച ഒരു ട്രാൻസ്ഫോർമേഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന, ഏത് കാലഘട്ടത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്ന, ഏത് കാലഘട്ടത്തിലും വിജയിക്കുന്ന, ഏത് കാലഘട്ടത്തിലും വൻ വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്ന, വൻ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിത്വമായി മാറാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം, ഈ സെഷനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ടൈപ്പ് ചെയ്ത് വാട്സാപ്പിൽ അയക്കുന്ന എല്ലാ ആളുകൾക്കും ഗോൾ സെറ്റിംഗുമായി ബന്ധപ്പെട്ട 5 വീഡിയോസ് അടങ്ങുന്ന ഒരു PDF ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്ക് ഗോൾ സെറ്റിംഗുമായി ബന്ധപ്പെട്ട ഒരു PDF ആണ് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നത്. അപ്പൊ അത് കിട്ടാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഈ സെഷനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കണം. എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. 9048588829. ഒന്നുകൂടെ പറയുന്നു, 9048588829. 9048588829. All the best. Get transformed. Be a transform multiplier. All the very best once again. Thank you very much. Over to Ashraf sir. I hope so. Yes, sir. Thank you very much. Mr. Junaid, please. Sir, thanks. Please, Junaid. Junaid.
ഹലോ ഹലോ താങ്ക് യു നവീൻ സർ. താങ്കളുടെ അസാധാരണമായ ആത്മാർത്ഥതക്കും ഈ അസാധാരണമായ ആ ഒരു അവതരണത്തിനും ഫുൾ എനർജി ആയിട്ടുള്ള, ഞാനടക്കമുള്ള ഒരുപാട് മെമ്പേഴ്സിന് ലൈഫിൽ ഇതുവരെ സംഭവിച്ചത് ചേഞ്ച് മാത്രമാണ്, അതല്ല നമുക്ക് വേണ്ടത് ട്രാൻസ്ഫോർമേഷൻ ആണ് എന്ന വലിയൊരാശയം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന്, മോർ നമ്മൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിൽ വരുത്താത്ത കാലത്തോളം ഇത് ജസ്റ്റ് ടോക്കാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിയതിന്, ഇത് അറ്റൻഡ് ചെയ്ത എല്ലാ സെൽഫ് മാസ്റ്റേഴ്സിനും നിങ്ങളുടെ ബുദ്ധിപരമായ ഈ തെരഞ്ഞെടുപ്പിനും സ്ഥിരമായ സ്നേഹത്തിനും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.